നമസ്കാരം. IFPHന്റെ 2172 ദിവസത്തെ മലയാളം പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് ദേശീയ ലൈബ്രറി ദിനമാണ്. ആദ്യമായിട്ട് ഒരു നിമിഷം മൗന പ്രവർത്തനം. നന്ദി. നമ്മുടെ അതിഥികളെ സ്വാഗതം ചെയ്യുന്നതിനായിട്ട് ശ്രീ ഷാലു രാജനെ ക്ഷണിക്കുന്നു. IFPHന്റെ ഡെയിലി വെബിനാറിന്റെ മലയാളം സെഷനിലെ 2172 ദിവസത്തിലേക്കാണ് നാം എത്തിച്ചേർന്നിരിക്കുന്നത്. ഇന്ന് ദേശീയ ലൈബ്രറി ദിനം എന്ന നിലയിൽ നാം സെലിബ്രേറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായി വെബിനാറിലേക്ക് കടന്നു വന്നിട്ടുള്ള എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുകയാണ്. ഇന്ന് ആദ്യമായി ഞാൻ സ്വാഗതം ആശംസിക്കുന്നത് ഈ സെലിബ്രേഷൻ, ഇന്നത്തെ ഈ ദേശീയ ലൈബ്രറി ദിനം സെലിബ്രേഷൻ ഉദ്ഘാടനം ചെയ്യാനായി എത്തിയിട്ടുള്ളത് ഡോക്ടർ നാരായണ പണ്ടാര സാറാണ്. അദ്ദേഹം കേരള ലീഗൽ സർവീസ് സൊസൈറ്റിയുടെ സെക്രട്ടറിയായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ അദ്ദേഹം തിരുവനന്തപുരം ലോ കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ കൂടിയാണ്. അപ്പോൾ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഈ വെബിനാറിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള സാറിനെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഇന്ന് മുഖ്യ പ്രഭാഷണത്തിനായിട്ട് കടന്നു വന്നിട്ടുള്ളത് ഡോക്ടർ സുഗുണ LS മാഡമാണ്. മാഡം കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിൽ ലൈബ്രറിയനായിട്ട് സേവനമനുഷ്ഠിക്കുന്നു. ഒരു സ്വകാര്യ ലൈബ്രറി എങ്ങനെ ഒരുക്കാം എന്ന വിഷയത്തെ സംബന്ധിച്ചാണ് മാഡം പ്രഭാഷണം നയിക്കുന്നത്. മാഡത്തെയും ഈ ആഘോഷ പരിപാടിയിലേക്ക് ഏറെ ബഹുമാനത്തോടെ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് ഇന്നത്തെ ഈ പരിപാടിക്ക് കൃതജ്ഞത നൽകുന്നത് ഡോക്ടർ അജിനി മാളിയേക്കലാണ്. മാഡം നമ്മുടെ IFPHന്റെ ഒരു സഹയാത്രിക കൂടിയാണ്. മാഡത്തെയും ഈ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ ഈ സെഷൻ മോഡറേറ്റ് ചെയ്യുന്നത് നമുക്ക് എത്രയും പ്രിയങ്കരനായിട്ടുള്ള ഡോക്ടർ മനോജ് ഡോക്ടറാണ്. അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ ഈ പരിപാടിയിലേക്ക് വന്നു ചേർന്നിട്ടുള്ള എല്ലാവരെയും, ഹോമിയോപ്പതി ലവേഴ്സ്, ഹോമിയോപ്പതി വിദ്യാർത്ഥികൾ, അതുപോലെ തന്നെ IFPHന്റെ അഡ്വൈസറി കമ്മിറ്റി മെമ്പേഴ്സ്, എല്ലാവരെയും ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. വളരെ നന്ദി ശ്രീ ഷാലു രാജൻ. അപ്പോൾ ഒരു ഉദ്ഘാടനമാണ്. അപ്പോൾ ശ്രീ നാരായണ പണ്ടാല സാറിനെ ഉദ്ഘാടകനാക്കിയ രഹസ്യം ഒന്ന് കണ്ടിട്ട് സാറിലേക്ക് പോവാം. രജനി ഒന്ന് ഷെയർ ചെയ്യാം. ഇത് സാറിന്റെ വീട്ടിൽ നിന്നുള്ള രംഗമാണ്, പുസ്തകങ്ങളുടെ ഒരു മേളമാണ്. അടുത്ത ഓക്കെ, 5 അല്ലേ? മറ്റേ ഒരെണ്ണം ബുക്കിന്റെ തന്നെ, അതുകൊണ്ട് ഞാൻ രണ്ടാമത്. ഓക്കെ, താങ്ക് യു. അപ്പൊ ഇതാണ് നമ്മുടെ ഉദ്ഘാടകന്റെ വീട്ടിലെ ഒരു ഭാഗത്ത് രംഗം. ഒരു ലൈബ്രറിയിൽ നിന്നും പോരാതെ വരും. സാറേ, ഉദ്ഘാടനത്തിനാണ് സാറിനെ ക്ഷണിക്കുന്നത്. സാർ പ്ലീസ്. യു ക്യാൻ ഹിയർ മീ. കേൾക്കാമില്ല എല്ലാവർക്കും? കേൾക്കാം, കാണാം. ഓക്കെ സാർ. അപ്പൊ എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം. കാരണം ഒരു ശുഭസായാഹ്നം തന്നെ ഞാൻ നേരുകയാണ്. ശരിക്കും മനോജ് ഡോക്ടറുമായിട്ട് എനിക്ക് വർഷങ്ങളോളം ഉള്ള ബന്ധമുണ്ട്, വ്യക്തിബന്ധമുണ്ട്. മാത്രമല്ല ഞാനൊരു ഹോമിയോപ്പതി സ്നേഹി കൂടിയാണ്. അത് ഈ ഒരു ബഹുവാക്കൊന്നും പറഞ്ഞതല്ല. അത് നിങ്ങളെ പരിചയപ്പെടുന്നതിന് മുമ്പേ വർഷങ്ങളായിട്ട് ഞാൻ ഈ ഹോമിയോപ്പതിയെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. എനിവേ, എന്നെ ഇതിലേക്ക് തിരഞ്ഞെടുത്തതിൽ അദ്ദേഹം കുറച്ച് കാരണങ്ങളൊക്കെ കാണിച്ചിരുന്നു. അപ്പൊ എന്തായാലും ഞാന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പുസ്തകങ്ങളെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനാണ്. പുസ്തകങ്ങൾ വായിക്കാറുണ്ട്, പുസ്തകങ്ങൾ എഴുതാറുണ്ട്, പുസ്തകങ്ങള് ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ്. പുസ്തകങ്ങളെ ഞാൻ ദൈവ തുല്യമായി കാണുന്ന ഒരു വ്യക്തി കൂടിയാണ്. എന്തായാലും ഈ ഗ്രന്ഥശാലയുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ലൈബ്രറിയുമായി ബന്ധപ്പെട്ട ഇതിലേക്ക് വിളിച്ച എല്ലാവർക്കും ഞാൻ എൻ്റെ സ്നേഹ ബഹുമാനത്തോടു കൂടിയുള്ള നന്ദി ഞാൻ പ്രകാശിപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇതൊക്കെ സാധ്യമാക്കാൻ കഴിയുന്നതിന് നമുക്ക് ദൈവാനുഗ്രഹം വേണം. ആ ഒരു ദൈവത്തിനോടുള്ള എൻ്റെ നന്ദിയും ഞാൻ ഈ അവസരത്തിൽ ഞാൻ പറയുകയാണ്. എനിവേ, ഞാൻ ഇത് പറയുമ്പോൾ ഞാൻ എൻ്റെ സ്കൂൾ ജീവിതത്തെ കുറിച്ച് ഞാനൊന്ന് മനസ്സിൽ കാണുകയാണ്. ശരിക്കും പറഞ്ഞാൽ വളരെ ഈ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ നാട് കൊട്ടാരക്കരയാണ്. കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിനോട് ചേർന്നാണ് എൻ്റെ കുടുംബ വീടും. ഞാൻ പഠിച്ചതൊക്കെ കൊട്ടാരക്കര സ്കൂളിലും കൊട്ടാരക്കര കോളേജിലുമാണ് ഞാൻ പഠിച്ചത്. അതിനുശേഷമാണ് ഫാത്തിമയിൽ CET അല്ലെങ്കിൽ നൂറുൽ ഇസ്ലാം യൂണിവേഴ്സിറ്റി, ലോ അക്കാഡമി, പലയിടത്തും പഠിച്ചത്. പക്ഷെ എന്നാലും ആ ഒരു കൊട്ടാരക്കരയോടുള്ള ഒരു വല്ലാത്തൊരു വൈകാരികതയുണ്ട്. അവിടുത്തെ ഏറ്റവും ഞാൻ ഇഷ്ടപ്പെട്ടിരുന്ന സ്ഥലം CPKP ലൈബ്രറി ആയിരുന്നു.
ഏത് പുതിയ പുസ്തകം വന്നാലും ഞാനത് അവിടുന്ന് എടുത്ത് ഞാൻ വായിക്കുമായിരുന്നു. കാരണം എന്തുകൊണ്ടാണ് ഞാനത് വായന എന്ന് പറയുന്നത് നമ്മളൊരു ശീലമാക്കണം. ഇപ്പോഴത്തെ കുട്ടികൾ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ജെൻസി അല്ലെങ്കിൽ ന്യൂജൻ എന്ന് പറയുന്നവര് അവര് എത്രത്തോളം വായിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഞാനൊരു അധ്യാപകൻ കൂടി ആയതുകൊണ്ട് ഞാൻ പറയുകയാണ്, വായനാശീലം വളരെ എന്താ പറയുക വിരളമാണ്. പിന്നെ ഇത് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഗ്രന്ഥശാലയുമായി ബന്ധപ്പെട്ടാണ് എന്നെ ഈ ചടങ്ങിലേക്ക് വിളിച്ചത്. അപ്പൊ ഞാൻ ഈ ലൈബ്രറിയെ കുറിച്ച് ഓർക്കുമ്പോൾ നമ്മൾ ഏവരും ഓർക്കേണ്ട ഒരു പേരുണ്ട്, ഡോക്ടർ SR രംഗനാഥൻ. അദ്ദേഹമാണ് ഈ ലൈബ്രറി എന്നുള്ളൊരു കൺസെപ്റ്റ് നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്നത്. അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. പുസ്തകങ്ങൾ സൂക്ഷിച്ചു വെക്കാനുള്ളതല്ല, വായിച്ച് വളരുവാനുള്ളതാണെന്ന്. മാത്രമല്ല, ഓരോരുത്തർക്കും അവരവർക്ക് ഇഷ്ടമുള്ള ഒരു പുസ്തകം എങ്കിലും ഉണ്ടായിരിക്കും. ഞാൻ ശരിക്കും ഒരുപാട് പുസ്തകങ്ങൾ ഇഷ്ടപ്പെടുന്ന എൻ്റെ മനസ്സിലുള്ള ഒരുപാട് പുസ്തകങ്ങളുണ്ട്. അപ്പൊ റീസെന്റ്ലി ഞാൻ പണ്ട് വായിച്ചൊരു പുസ്തകമാണ് റിപ്പബ്ലിക്കിന് ഞാൻ പുതിയൊരു കോപ്പി വാങ്ങുകയും ചെയ്തു. അപ്പൊ അതില് റിസർച്ചിന് സ്കോപ്പ് ഉണ്ട് എന്ന് മനസ്സിലാക്കിയാണത് ഞാനത് വാങ്ങിയത്. അപ്പൊ നമ്മൾ MT വാസുദേവൻ നായരുടെ രണ്ടാമൂഴം, അല്ലെങ്കിൽ PK ബാലകൃഷ്ണൻ ഇനി ഞാൻ ഉറങ്ങട്ടെ, ഇതൊക്കെ പുരാണവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതുപോലെ ഒരു സങ്കീർത്തനം പോലെ, ഇതൊക്കെ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് നല്ല പുസ്തകങ്ങൾ, സുകുമാർ അഴീക്കോടിന്റെ പുസ്തകങ്ങൾ, ഇതൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. SK പൊറ്റക്കാടിന്റെ പുസ്തകങ്ങൾ, നല്ല നല്ല പുസ്തകങ്ങൾ, M മുകുന്ദന്റെ ഒക്കെ വായിക്കാറുണ്ട്. അപ്പൊ ഈ വായിക്കുന്നതിൽ നിന്ന് നമ്മൾക്ക് കിട്ടുന്ന ഒരു വേർഡ് പവർ, അല്ലെങ്കിൽ നമ്മൾക്ക് കിട്ടുന്ന ഒരു എനർജി, അല്ലെങ്കിൽ ഒരു സിനർജി എന്ന് പറയുന്നത് നമ്മൾക്ക് ഒരിക്കലും നമ്മൾക്കത് എന്താ പറയുക, അത് ഒരിക്കലും നഷ്ടപ്പെടാത്തൊരു കാര്യമാണ്. പിന്നെ മാത്രമല്ല, വേറൊരു കാര്യമുണ്ട്. പുസ്തകങ്ങളിലൂടെയാണ് കഥകൾ നമ്മൾ മനസ്സിലാക്കുന്നത്. കഥകളിലൂടെ നമ്മൾക്ക് പല മെസ്സേജസ്, നല്ല മെസ്സേജസ് കിട്ടുന്നുണ്ട്. ആ മെസ്സേജസ് നമുക്ക് സമൂഹത്തിന് കൊടുക്കാൻ കഴിയും. അത് മറ്റുള്ളവർക്ക് നമുക്ക് പ്രദാനം ചെയ്യാൻ കഴിയും. അത് കുട്ടികളിൽ വളർത്തിയെടുക്കാൻ കഴിയും. മുത്തശ്ശി കഥകൾ എന്ന് പറയുമ്പോൾ പണ്ടുള്ള അമ്മമാര് അല്ലെങ്കിൽ മുത്തശ്ശിമാര് കഥകൾ പറഞ്ഞു കൊടുക്കും. മോറൽ സ്റ്റോറീസ് അത് വളരെ പ്രധാനമാണ്. ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, അറിവ് ധനമാണ്. നോളജ് ഈസ് പവർ. അത് ചിന്തിക്കാനും പ്രവർത്തിക്കാനും നമ്മൾക്ക് സഹായകരമാണ്. മാത്രമല്ല, നമ്മൾക്ക് ഈ ഓരോരുത്തരും ഈ ഗ്രന്ഥശാലകൾ പ്രയോജനപ്പെടുത്തണം. എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ IFPH പോലുള്ള ഈ സംഘടനകൾ ഇതുപോലുള്ള വെബിനാർ നടത്തുമ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു വിളംബരം കൂടിയാണ്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യണം എന്ന് പറയുന്നത്. ഇന്ന് എനിക്ക് കിട്ടിയ ഒരു മെസ്സേജ് കൊണ്ട് ഞാൻ പറയുകയാണ്. 98ാമത്തെ വയസ്സിൽ നമ്മുടെ ലീലാവതി മാഡം ഭാരതലോകം എന്ന് പറഞ്ഞ ബുക്ക് എഴുതി. 98 വയസ്സെന്ന് പറഞ്ഞാൽ എനിക്കൊന്നും ഇമാജിൻ ചെയ്യാൻ കഴിയുന്നില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പം പുസ്തകങ്ങൾ എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു അരമണിക്കൂർ മുമ്പ് ഞാൻ എൻ്റെ മകളോട് പോയൊരു പുസ്തകം വാങ്ങിച്ചു. മോഡേൺ ബുക്ക് സെന്ററിൽ പോയിട്ട് ഒരു വേണ്ടപ്പെട്ട ഒരു ആപ്പിളിനെ ബേസ് ചെയ്ത് പിന്നെ ഞാൻ 2 ബുക്ക് എടുത്ത് മാറ്റി വെക്കുകയും ചെയ്തു. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഈ ബുക്കുകൾ, പുസ്തകങ്ങൾ അല്ലെങ്കിൽ അക്ഷരം അറിവാണ്. ആ അറിവുണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. അല്ലാതെ നമ്മൾക്ക് പരിമിതമായ അറിവാണ്. അപ്പൊ ഈ പരിമിതമായ അറിവിലൂടെ നമ്മൾക്ക് ഈ പറയുന്നത് പോലെ നമ്മൾക്ക് ഡെവലപ്പ് ചെയ്യുന്നതിന്, അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തെ വളർത്തിയെടുക്കുന്നതിന്, സമൂഹത്തെ നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് നയിക്കുന്നതിന് ഏറ്റവും പ്രയോജനപ്രദമായ ഒരു കാര്യമാണ് ഈ ഗ്രന്ഥശാലകളെ പ്രയോജനപ്പെടുത്തുക എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ലൈബ്രറി അതുപോലെ തന്നെ ഈ ബുക്സ് ഒക്കെ ഉണ്ട്. പക്ഷെ അതിനൊക്കെ ഇപ്പൊ ഞാൻ ചെറിയൊരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ സമയം നീട്ടുന്നില്ല. അപ്പൊ നമ്മളൊരു വാക്കിന്റെ അർത്ഥം നോക്കണമെങ്കിൽ നമ്മൾ സാധാരണഗതിയിൽ പലരും ഗൂഗിൾ സെർച്ച് ചെയ്യും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൈറ്റ് എടുത്ത് നോക്കും. എത്ര പേര് ഡിക്ഷണറി നോക്കും? അപ്പൊ ഡിക്ഷണറി നോക്കുമ്പോഴുള്ള ഗുണം എന്ന് പറയുന്നത് നമ്മൾ ഒരു വാക്ക് മാത്രമല്ല നോക്കും, നമ്മുടെ മനസ്സിലും നമ്മുടെ കണ്ണിലും അല്ലെങ്കിൽ നമ്മളുടെ എന്താ പറയുക ബ്രെയിനിലൂടെ കടന്നു പോകുന്നത്. അവിടെയാണ് ഈ പുസ്തകങ്ങളുടെ പ്രയോജനം എന്ന് പറയുന്നത്. പുസ്തകം ഒന്നുകൂടെ റിപ്പീറ്റ് ഓൺസ് അഗൈൻ ദാറ്റ് പുസ്തകം ദൈവമാണ് എന്ന് വിശ്വസിക്കുന്ന മനുഷ്യനാണ് ഞാൻ. പുസ്തകങ്ങളിലൂടെ തന്നെ നമുക്ക് എന്താ പറയുക നന്മ പ്രദാനം ചെയ്യാൻ കഴിയത്തുള്ളൂ, നമ്മുടെ സമൂഹത്തെ നയിക്കാൻ കഴിയത്തുള്ളൂ, നമ്മുടെ രാജ്യത്തിന് പ്രയോജനപ്രദമായും അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിന് പ്രയോജനപ്രദമായും അത് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത് നമ്മുടെ യുവജനങ്ങളാണ്. എന്തായാലും എന്നെ ഈ ചടങ്ങിലേക്ക് വിളിച്ചതിന് എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം മനോജ് ഡോക്ടർ എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ ലൈബ്രറിയൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ അവിടെ കൂടുതൽ പുസ്തകങ്ങൾ എന്ന് പറയുന്നത് 3 ടൈപ്പ് പുസ്തകങ്ങളേ ഉള്ളൂ. ഒന്ന് മാനേജ്മെന്റ് ബുക്സ്, 2 ലോ ബുക്സ്,
മൂന്ന് ഫിലോസഫി, ഇതല്ലാതെ മിത്തോളജി, ഇതൊക്കെ ഉള്ളു പുസ്തകങ്ങളെ ഉള്ളൂ. അല്ലാത്ത പുസ്തകങ്ങളൊക്കെ വളരെ വിരളമാണ്. എന്നാലും ഞാൻ പുസ്തകങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തിയാണ്, പുസ്തകങ്ങൾ നല്ല ഭംഗിയായിട്ട് സൂക്ഷിക്കുന്ന വ്യക്തിയാണ്. പുസ്തകം ഞാൻ പ്രയോജനപ്പെടുത്തുന്നതാണ് ജീവിതത്തിലും, അത് മറ്റുള്ളവർക്കും പ്രയോജനപ്രദമാകത്തക്ക രീതിയിൽ തന്നെ ഞാൻ അതിനെ ഉപയോഗപ്പെടുത്താറുമുണ്ട്. ഏതായാലും ഈ ചടങ്ങിലേക്ക് എന്നെ വിളിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പം എല്ലാ ഡോക്ടർമാർക്കും ഞാൻ എന്താ പറയുക, അഡ്വാൻസ് ഓണം ആശംസിക്കുകയാണ്. എല്ലാവരും വായന ഒരു ദിവസം ഏറ്റവും കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും വായിക്കണം. രാവിലെ എഴുന്നേറ്റാൽ അറ്റ്ലീസ്റ്റ് ഒരു 10 മിനിറ്റെങ്കിലും പത്രം വായിക്കണം, പുതിയ അറിവുണ്ടാക്കണം, അല്ലെങ്കിൽ നമ്മൾ എഴുതണം. ഞാൻ ചിലരൊക്കെ എൻ്റെ അടുത്ത് വന്ന് ചോദിക്കണം, സാർ എനിക്ക് സിവിൽ സർവീസ് പഠിക്കണം, കഴിഞ്ഞ ദിവസവും പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യണം, ഡെയിലി 10 പുതിയ വാക്ക് പഠിക്കാൻ പറഞ്ഞു, ഒരു ഇംഗ്ലീഷ് ന്യൂസ് കേൾക്കാൻ പറഞ്ഞു, ഒരു ഇംഗ്ലീഷ് പത്രം വായിക്കാൻ പറഞ്ഞു, ഒരു മലയാള പത്രം വായിക്കാൻ പറഞ്ഞു. എന്നിട്ട് നിങ്ങൾ ഈച്ച് ഡേ യു മെയിൻറ്റെയിൻ എ ഡയറി ആൻഡ് യു ടോക്ക് വിത്ത് യുവർ സെൽഫ് അറ്റ്ലീസ്റ്റ് 10 മിനിറ്റ്സ് ഇൻ ഈച്ച് ഡേ. അതർവൈസ് യു ലൂസ് ആൻ എമിനന്റ് പേഴ്സണാലിറ്റി ഇൻ ഈച്ച് ഡേ. നിങ്ങൾ നിങ്ങളോട് തന്നെ കാര്യങ്ങൾ സംസാരിക്കണം. എവിടെ നിങ്ങൾക്ക്, അപ്പൊ ഇതൊക്കെ പുസ്തകങ്ങളിലൂടെ കിട്ടുന്ന അറിവാണ് നമ്മൾക്കെന്ന് പറയുന്നത്. അപ്പോൾ ആ അറിവ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുത്തേണ്ട ഒരു സമയമാണ്. അപ്പൊ ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാൻ ഡിക്ലെയർ ചെയ്യുകയാണ്. എന്നെ വിളിച്ചതിന് ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറയുകയാണ്. എല്ലാവർക്കും വളരെ സ്നേഹ ബഹുമാനത്തോടുകൂടി ഒരിക്കൽ കൂടി ഞാൻ ഓണം ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി ഞാൻ ഇത് ഇനോഗ്രേറ്റ് ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. താങ്ക് യു വെരി മച്ച്. വളരെ നന്ദി സാർ. വളരെ ബ്രീഫായിട്ടാണെങ്കിൽ പറഞ്ഞതല്ല, അക്ഷരമൊന്നും ക്ഷരമില്ലാത്ത നാശമില്ലാത്തതാണ് അക്ഷരം എന്ന് പറയുന്നു. അക്ഷരാണ അകാരോസ്മി എന്ന് ഗീതയിൽ പറയുന്നു. അപ്പൊ അക്ഷരത്തിന് അത്രത്തോളം പ്രാധാന്യമുണ്ട്. അപ്പൊ അക്ഷരങ്ങളെ ലോകം വിദ്യാർത്ഥികൾക്കായി തുറന്നു കൊടുക്കുന്ന ലൈബ്രറിയനായ, കട്ടായ ക്രിസ്ത്യൻ ലൈബ്രറിയനായ ഡോക്ടർ സുഗുണ മാഡത്തെ ആദരവോടെ ചെയ്യുന്നു പ്രഭാഷണത്തിനായിട്ട്. സ്വകാര്യ ലൈബ്രറി എങ്ങനെ ഒരുക്കാം? മാഡം പ്ലീസ്. അൺമ്യൂട്ട് ചെയ്യണേ, മ്യൂട്ടാണേ, അൺമ്യൂട്ട് ചെയ്യണേ. മൈക്ക് സിമ്പൽ ഉണ്ട്. ഓക്കെ. കേൾക്കാമോ സർ? കേൾക്കാം, കാണാം. ഓക്കെ. താങ്ക് യു സർ. ഈ ലൈബ്രറിയൻസ് ഡേ ആചരിക്കുന്ന ഈ ഓഗസ്റ്റ് 2-ാം തീയതി എന്നെ ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ചതിൽ എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഡോക്ടർ നാരായണ പണ്ടാല സാറിനും ഡോക്ടർ മനോജ് സാറിനും, പിന്നെ എൻ്റെ കോളേജിലെ തന്നെ വൈസ് പ്രിൻസിപ്പളായി സേവനമനുഷ്ഠിക്കുന്ന ഷൈജു സാറിനുമുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ഹോമിയോപ്പതി പ്രൊഫഷണൽസിന്റെ ഈ കൂട്ടായ്മയിൽ പങ്കുചേരാൻ കിട്ടിയത് ഒരു വലിയ അവസരമായി ഞാൻ കണക്കാക്കുന്നു. നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ലൈബ്രറിയുടെ ഉന്നമനത്തിനും ലൈബ്രറി ഒരു ഓർഗനൈസേഷൻ, ഒരു പ്രൊഫഷണലിസം ആയിട്ട് കൊണ്ടുവരാൻ വേണ്ടി സഹായിച്ച SR രംഗനാഥന്റെ ജന്മദിനവുമായി ബന്ധപ്പെട്ട് നാഷണൽ ലൈബ്രറി ഡേ ആയിട്ട് ആചരിച്ചു പോരുകയാണ്. അപ്പൊ ഈ ദിവസങ്ങളിൽ എല്ലാ കോളേജ് ലൈബ്രറികളിലും യൂണിവേഴ്സിറ്റി ലൈബ്രറികളിലും സ്കൂൾ ലൈബ്രറികളിലും തന്നെ പ്രത്യേക പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുകയുണ്ടായി. ബുക്ക് എക്സിബിഷൻസ്, സ്പെഷ്യൽ ടോക്സ്, ദെൻ കൂടുതൽ വായിക്കുന്ന കുട്ടികൾക്കായിട്ടുള്ള അല്ലെങ്കിൽ ടീച്ചേഴ്സിനായിട്ടുള്ള അവാർഡ് ദാനങ്ങൾ, അങ്ങനത്തെ ഒക്കെ എല്ലാം നടത്തി വരുന്നു. അപ്പോ രംഗനാഥൻ മുമ്പോട്ട് വെച്ച 5 കാഴ്ചപ്പാടെന്ന് പറയുന്നത് 5 ലവ്സ് ഓഫ് ലൈബ്രറി സയൻസ് എന്നാണ് അറിയപ്പെടുന്നത്. ഒന്നാമത്തത് ബുക്സ് ആർ ഫോർ യൂസ്, പുസ്തകങ്ങൾ ഉപയോഗിക്കാനുള്ളതാണ്. പണ്ട് നമുക്കറിയാം, നമ്മുടെ ബുക്കുകളെല്ലാം പണ്ഡിതന്മാരുടെ കയ്യിലും അവരുടെ കസ്റ്റഡിയിലും ആയിരുന്നു. അപ്പോൾ സൂക്ഷിച്ചു വെച്ചിരുന്നു. പുറത്തുള്ള ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ വളരെ റയറായിട്ടാണ് വെച്ചിരുന്നത്. പക്ഷെ പിന്നെയുള്ള കാലങ്ങളിൽ ബുക്കുകൾ എല്ലാവർക്കും ഉപയോഗിക്കത്തക്ക രീതിയിലാണ് നമ്മുടെ കേരളത്തിലായിരുന്നാലും ഇന്ത്യ ഒട്ടൊക്കെ ഇതിനു വേണ്ടിയിട്ടുള്ള മൂവ്മെന്റുകൾ നടന്നത്. അപ്പൊ ബുക്സ് ആർ ഫോർ യൂസ് എന്ന ഒരു കാഴ്ചപ്പാടാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. രണ്ടാമതായി സേവ് ദി ടൈം ഓഫ് എ റീഡർ. അപ്പോൾ ഒരു പുസ്തകം അന്വേഷിച്ച് വരുന്ന ആളിനെ എത്രയും പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന് ആവശ്യമായിട്ടുള്ള ഡോക്യുമെന്റ് കയ്യിൽ കിട്ടുക എന്നതാണ് രണ്ടാമത്തെ ദൗത്യം. മൂന്നാമത് എവറി ബുക്ക് ഇറ്റ്സ് റീഡർ. ഓരോ പുസ്തകവും എഴുതിയിട്ടുള്ളത് ഒരു പ്രത്യേകം ഗ്രൂപ്പ് ഓഫ് ആളുകൾക്ക് വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ അവരെ കയ്യിൽ അത് എത്തിച്ചേരുക എന്നുള്ള ഒരു കടപ്പാടുണ്ട്. രണ്ടാമത്തത് എവറി ബുക്ക് ഇറ്റ്സ് റീഡർ, എവറി റീഡർ ഹിസ് ബുക്ക്. ഒരു പ്രത്യേക വ്യക്തി, ചിലപ്പോൾ അദ്ദേഹം ഒരു എക്സാം പരീക്ഷ ജയിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം പുസ്തകം അന്വേഷിച്ച് വരുന്നത്, അല്ലെങ്കിൽ ഒരു പ്രത്യേക നോവൽ അല്ലെങ്കിൽ പ്രത്യേക ഓഥറിനെ അന്വേഷിച്ചായിട്ട് ആയിരിക്കും വരുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ആവശ്യമായിട്ടുള്ള പുസ്തകങ്ങൾ കിട്ടുക
അവൈലബിൾ ആക്കുക എന്നുള്ള ഒരു സന്ദേശമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അഞ്ചാമതായി അദ്ദേഹം ഉദ്ദേശിച്ചത് ലൈബ്രറി ഈസ് എ ഗ്രോയിങ് ഓർഗാനിസം എന്നുള്ളതാണ്. അതായത് നമ്മുടെ ലൈബ്രറികൾ വികസിച്ചുകൊണ്ടേയിരിക്കുന്നു, പുസ്തകങ്ങളുടെ എണ്ണം കൂടിക്കൊണ്ടേയിരിക്കുന്നു, വായനക്കാരുടെ എണ്ണം കൂടുന്നു, യൂസേഴ്സിന്റെ എണ്ണം കൂടുന്നു. ലൈബ്രറിയുടെ ബിൽഡിംഗ് തന്നെയായിരുന്നാലും ഇപ്പോൾ നമുക്കറിയാം വലിയ വലിയ ലൈബ്രറികൾ ഒട്ടനവധി ഉണ്ട്. അപ്പോ ലൈബ്രറി ഈസ് എ ഗ്രോയിങ് ഓർഗാനിസം. ഈ 5 കാഴ്ചപ്പാടാണ് അദ്ദേഹം കാഴ്ചവെച്ചത്. എനിക്ക് ഈ അവസരത്തിൽ ഓർമ്മിക്കാൻ കഴിയുന്നത് നമ്മുടെ ഡിഫൻസ് മിനിസ്റ്റർ ആയിരുന്ന ആന്റണി സാറിന്റെ തിരുവനന്തപുരത്തുള്ള വസതിയിൽ അദ്ദേഹം ഒരു ലൈബ്രറി സ്വന്തമായി വസതിയിലോട് കൂടി ചേർന്ന് തന്നെ ആവശ്യം ആയിട്ട് അറിയിക്കുകയും അദ്ദേഹം ഡൽഹിയിലായിരുന്ന സമയത്ത് ഒരു ലൈബ്രറി സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അന്ന് യൂണിവേഴ്സിറ്റി ലൈബ്രറിയിൽ സേവനം അനുഷ്ഠിച്ചിരുന്ന ഡോക്ടർ ആശ ടീച്ചറിനെ ഏർപ്പാട് ചെയ്യുകയും ചെയ്തു. അന്ന് ലൈബ്രറി സയൻസ് സ്റ്റുഡൻസിന്റെ നേതൃത്വത്തിലും ആശ ടീച്ചറിന്റെ നേതൃത്വത്തിലും അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഒരു ലൈബ്രറി സെറ്റ് ചെയ്യാനുള്ള ഒരു അവസരം ലഭിച്ചു. അദ്ദേഹത്തിന് ഒരുപാട് പുസ്തകങ്ങൾ സ്വന്തമായി തന്നെ ഒരു കളക്ഷൻ ഉണ്ടായിരുന്നു. കൂടാതെ തന്നെ ഒരുപാട് ഗിഫ്റ്റ് കിട്ടിയ പുസ്തകങ്ങൾ ഉണ്ടായിരുന്നു. അപ്പം ഇതെല്ലാം ഒരു ജസ്റ്റ് ഒരു കളക്ഷൻ ഓഫ് ബുക്സ് എന്നുള്ളതിൽ അല്പം പോയിട്ട് ഒരു അറേഞ്ച്മെന്റോ അത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു രീതിയിലോ ആയിരുന്നില്ല. അപ്പോൾ അത് എങ്ങനെ സെറ്റ് ചെയ്യാം, അങ്ങനെ ഒരു ലൈബ്രറി നമുക്ക് എങ്ങനെ നിർമ്മിച്ചെടുക്കാം എന്നതിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ലൈബ്രറി എന്ത് പർപ്പസിന് വേണ്ടിയിട്ടുള്ളത് എന്നുള്ളതാണ്. അത് നമുക്ക് പേഴ്സണൽ ആയിട്ടുള്ള ഹോം ലൈബ്രറി ആയിട്ടാണോ കീപ്പ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ വേണ്ടിയിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ലൈബ്രറി ആയിട്ടാണോ സെറ്റ് ചെയ്യേണ്ടത് എന്നാണ് നമ്മൾ ആദ്യം ഡിസിഷൻ എടുക്കേണ്ടത്. അപ്പോൾ ദി പർപ്പസ് ഓഫ് എ ലൈബ്രറി വി ഹാവ് ടു ഡിസൈഡ് ആസ് ദി ഫസ്റ്റ്. പിന്നെ നമുക്ക് അതിന് ലൈബ്രറിക്ക് വേണ്ടിയിട്ടുള്ള ഫർണിച്ചേഴ്സ്, അതിന് വേണ്ടിയിട്ടുള്ള എമൗണ്ട്, കളക്ഷൻ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ യൂസേഴ്സിന് വേണ്ടിയിട്ടാണോ ഈ ലൈബ്രറി നമ്മൾ കമ്മ്യൂണിറ്റി യൂസ്, അതായത് നമ്മൾ സ്വകാര്യമായിട്ട് ഉപയോഗിക്കാതെ തന്നെ ഭാവിയിൽ എപ്പോഴെങ്കിലും പുറത്തുള്ള ആൾക്കാർക്കും കൂടെ ഉപയോഗിക്കത്തക്ക രീതിയിലായിരിക്കണമോ ഇത് ക്രമീകരിക്കേണ്ടത്, അതിന് വേണ്ടിയിട്ടുള്ള റൂംസ് ആണോ, സ്പേസ് ആണോ, ബിൽഡിംഗ് ആണോ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചുള്ള ഒരു തീരുമാനം ആദ്യമേ എടുത്തിരിക്കണം. So these are the basic steps that are involved in the planning or the first stage of a library. ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ അന്ന് ആന്റണി സാറിന്റെ വീട്ടിൽ ചെന്നപ്പോൾ ഒരു കളക്ഷൻ ഓഫ് ബുക്സ് ആണ് ഉണ്ടായിരുന്നെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ആ ബുക്ക് പലതരത്തിലുള്ള സബ്ജക്റ്റ് ആയിരുന്നു. ആദ്യം നമുക്ക് അങ്ങനത്തെ ഒരു ലൈബ്രറി നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ നമ്മൾ ഒരു രജിസ്റ്റർ കീപ്പ് ചെയ്യണം. ആ രജിസ്റ്ററിൽ ഓരോ ബുക്കിനും ഓരോ നമ്പർ കൊടുത്താണ്. അപ്പൊ ഫസ്റ്റ് നമ്മൾ എടുക്കുന്ന ബുക്കിന് 1 എന്ന് കൊടുത്ത് ആ ബുക്കിന്റെ പേര്, ഓതർ, അത് എത്ര എമൗണ്ട് ആണ്, ഏത് പബ്ലിഷർ ആണ് എന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം, അത് ഗിഫ്റ്റ് കിട്ടിയതാണോ, ആരെങ്കിലും ഡൊണേറ്റ് ചെയ്തതാണോ, ഗവൺമെന്റ് ഫണ്ടിൽ നിന്നാണോ വന്നത് എന്നുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ, പിന്നെ ഒരു റിമാർക്ക് കോളവും കൂടെ അറ്റത്ത് കൊടുത്തേക്കണം. ആ രജിസ്റ്ററിന്റെ മെയിൻ ഹെഡിങ്സ് ആണ് ഞാൻ പറഞ്ഞത്, രജിസ്റ്ററിൽ നമ്മൾ കൊടുക്കേണ്ട ഹെഡിങ്സ്. കാരണം പിന്നീട് എപ്പോഴെങ്കിലും ഈ ബുക്ക് നഷ്ടമായാൽ നമുക്ക് ആ റിമാർക്ക് കോളത്തിൽ നോട്ട് ചെയ്ത് വെക്കാൻ പറ്റും. അല്ലെങ്കിൽ ആ ബുക്ക് പുതുതായിട്ട് വീണ്ടും ആരെങ്കിലും വാങ്ങിച്ചു തന്നോ എന്നുള്ള ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് റിമാർക്ക് കോളത്തിന്റെ പ്രത്യേകത. അപ്പം മെയിൻ ആയിട്ടും ഈ അക്സഷൻ രജിസ്റ്ററിൽ വരുന്ന കാര്യങ്ങൾ അക്സഷൻ നമ്പർ, ടൈറ്റിൽ, ഓതർ, പബ്ലിഷർ, ദെൻ ഫണ്ട്, എവിടെ നിന്നാണ് ഇതിന്റെ ഫണ്ട് കിട്ടിയത് അല്ലെങ്കിൽ ആരെങ്കിലും ഗിഫ്റ്റ് ചെയ്തെന്നുള്ള ഡീറ്റെയിൽസ് ആണ്. പിന്നെ എമൗണ്ട്, അതായത് ഒരു ബുക്ക് നമുക്ക് എപ്പോഴെങ്കിലും കയ്യിൽ നിന്ന് മിസ്സായി, അപ്പൊ അതിനെ റീപ്ലേസ് ചെയ്യണമെങ്കിൽ അതിന്റെ എമൗണ്ട് നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് കൊടുക്കണം. പിന്നെ ലാസ്റ്റ് ഒരു റിമാർക്ക് കോളം. ഇതാണ് ഇത്രയും അക്സഷൻ രജിസ്റ്ററിൽ വരുന്ന മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ പലതരത്തിലുള്ള ലൈബ്രറി കണ്ടിട്ടുണ്ടായിരിക്കാം. സ്കൂൾ ലൈബ്രറി, കോളേജ് ലൈബ്രറി, യൂണിവേഴ്സിറ്റി ലൈബ്രറി. നിങ്ങൾ ഈ ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാർ തന്നെ പല ലൈബ്രറിയും വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം. അപ്പോൾ നമ്മൾ ചെന്ന് കയറുന്ന സമയത്ത് ഒരു സർക്കുലേഷൻ കൗണ്ടർ കാണും. ആ സർക്കുലേഷൻ കൗണ്ടറിനെ തൊട്ടടുത്ത് തന്നെ ഒരു ന്യൂസ് പേപ്പർ സെക്ഷൻ കാണും. പിന്നെ ഒരു ജേർണൽസ് എല്ലാം വെച്ചിരിക്കുന്ന ഒരു പീരിയോഡിക്കൽ സെക്ഷൻ കാണും. പിന്നെ റീഡേഴ്സിന് വായിക്കാൻ വേണ്ടിയിട്ടൊരു റീഡിംഗ് റൂം, ഇതെല്ലാം കാണും. കുറച്ചുകൂടെ വലിയ ലൈബ്രറികളിലാണെങ്കിൽ ഈ അക്സഷൻ രജിസ്റ്റർ, അതായത് ഈ ബുക്കുകളെല്ലാം എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ട് അക്സഷൻ രജിസ്റ്ററിൽ എൻട്രി ചെയ്യാൻ പ്രത്യേകിച്ച് ഒരു സെക്ഷൻ കാണും. അതാണ് അക്വിസിഷൻ സെക്ഷൻ. അപ്പൊ നമ്മൾ നമുക്ക് കിട്ടിയ ബുക്കുകളെല്ലാം ഇതിൽ എൻട്രി ചെയ്യുന്നു. പിന്നീട് വാങ്ങിക്കുന്ന പബ്ലിഷേഴ്സിന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്ന ഡീറ്റെയിൽസും പിന്നീട് വരുന്ന വർഷങ്ങളിലെല്ലാം കിട്ടുന്ന ബുക്കുകളെല്ലാം ഈ അക്സഷൻ രജിസ്റ്ററിലാണ് എൻട്രി ചെയ്ത് പോകുന്നത്. അപ്പോൾ ഒരു ബുക്കിന്റെ സെയിം കോപ്പി തന്നെ ആയിരുന്നാലും
അതിന്റെ അക്സഷൻ നമ്പർ വ്യത്യാസമായിരിക്കും. അപ്പൊ ഈ അക്സഷൻ നമ്പർ വെച്ചിട്ടാണ് യൂസറിന് നമ്മൾ ഇഷ്യൂ ചെയ്ത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് തന്നെ പിന്നീട് എപ്പോഴെങ്കിലും ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒറ്റ യുണീക്ക് ആയിട്ടുള്ള നമ്പറാണ് നമ്മൾ ഉപയോഗിക്കേണ്ടി വരുന്നത്. ദെൻ ഈ അക്സഷൻ ഡീറ്റെയിൽസ് നമ്മൾ അക്സഷൻ രജിസ്റ്ററിൽ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പ്രൊസീജിയർ എന്ന് പറയുന്നത് നമ്മൾ ലൈബ്രറി സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിൽ അതിൽ കൂടെ എൻട്രി ചെയ്യുക. കാരണം അടുത്ത ഒരു ഈ റൊട്ടീൻ ഡെയിലി ആക്ടിവിറ്റി എന്ന് പറയുന്നത് വരുന്നത് നമുക്ക് ബുക്ക് ഇഷ്യൂ ചെയ്യാനും റിട്ടേൺ ചെയ്ത് വാങ്ങിക്കാനും വേണ്ടിയിട്ടുള്ള പ്രൊസീജിയർ ആണ്. അതിലേക്ക് വേണ്ടി സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിൽ സോഫ്റ്റ്വെയറിൽ എൻട്രി ചെയ്യുക. അക്സഷൻ രജിസ്റ്റർ എൻട്രി ചെയ്തതിനു ശേഷം അക്ഷൻ നമ്പർ, ടൈറ്റില്, ഓർഡർ ഡീറ്റെയിൽസ് ഇതെല്ലാം കൊടുത്ത് അക്സഷൻ രജിസ്റ്ററിൽ എൻട്രി ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിൽ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറിൽ കൂടെ എൻട്രി ചെയ്ത് വെക്കുക. ഈ അക്സഷൻ നമ്പർ തന്നെയാണ് ബുക്കിന്റെ ഫ്രണ്ടിൽ ഒരു സ്റ്റിക്കറിൽ ബാർകോഡ് ഉപയോഗിച്ചാണെങ്കിൽ ബാർകോഡ് ഉപയോഗിച്ച് തന്നെ സ്റ്റിക്കർ. നമുക്കിപ്പോ ഷോപ്പിലൊക്കെ പോയാൽ അറിയാം, ഏതൊരു മെറ്റീരിയൽ എടുക്കുമ്പോഴായിരുന്നാലും അതിൽ അവരൊരു ബാർകോഡ് ഒട്ടിച്ചിരിക്കും. അതിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി എത്ര വെയിറ്റ് ആണ്, എത്ര ക്വാണ്ടിറ്റി ആണ്, ഏതാണ് ഈ സാധനം. അതുപോലെ തന്നെ നമ്മൾ സോഫ്റ്റ്വെയർ എടുത്ത് പറഞ്ഞാൽ ആ ബാർകോഡ് സിസ്റ്റം വഴി നമുക്ക് ഈ അക്സഷൻ നമ്പർ അതിന്റെ ലേബലായിട്ട് ഒട്ടിക്കാൻ സാധിക്കുന്നതാണ്. അത് ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചാലും മതി. നമ്മളൊരു സ്റ്റിക്കർ എഴുതി ഒട്ടിച്ച് വെച്ചിരുന്നാലും മതി. നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാം. ബാർകോഡിന്റെ ഉപയോഗം എന്ന് പറയുമ്പോൾ നമുക്ക് സ്കാനർ ഉപയോഗിച്ച് പെട്ടെന്ന് സ്കാൻ ചെയ്യാൻ പറ്റും. അതുപോലെ അതനുസരിച്ച് സേവ് ദി ടൈം ഓഫ് ദി യൂസർ, ആ യൂസറിന്റെ ആവശ്യക്കാരുടെ സമയം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ പുതിയ ടെക്നോളജീസ് ലൈബ്രറി അഡാപ്റ്റ് ചെയ്ത് വരുന്നത്. അപ്പോ ഈ ബുക്ക് അക്സഷൻ രജിസ്റ്ററിൽ എൻട്രി ചെയ്തതിന് ശേഷം അടുത്ത ദൗത്യം എന്ന് പറയുന്നത് നമുക്കിതിന് ക്ലാസ് നമ്പർ കൊടുക്കുക എന്നുള്ളത്. അപ്പം ആന്റണി സാറിന്റെ വീട്ടിൽ പോയപ്പോഴായിരുന്നാലും ഒരു കളക്ഷൻ ഓഫ് ബുക്സ് ഉണ്ടെങ്കിലും അതിനെ നമുക്ക് ഇതുവരെയും സബ്ജക്റ്റ് തിരിച്ചു വച്ചിട്ടില്ലായിരുന്നു. അപ്പൊ എങ്ങനെയാണ് നേരത്തെ പണ്ടാല സാർ പറഞ്ഞതുപോലെ കൊമേഴ്സിന്റെയും അക്കൗണ്ടിങ്ങിന്റെയും ബുക്കുകൾ ഉള്ളതുപോലെ നമുക്ക് ഒരു കളക്ഷൻ ഓഫ് ബുക്സ് തന്നാൽ അതിനെ കാറ്റഗറൈസ് ചെയ്ത് സബ്ജക്റ്റ് തിരിച്ചു വയ്ക്കുക, അതൊരു ഡിഫിക്കൽട്ട് ടാസ്ക് ആണ്. അതിനു വേണ്ടി തന്നെയാണ് ലോകത്തെമ്പാടും അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഡൂയി ഡെസിമൽ ക്ലാസിഫിക്കേഷൻ, DDC എന്നറിയപ്പെടും, അല്ലെങ്കിൽ കോളോൺ ക്ലാസിഫിക്കേഷൻ, രംഗനാഥൻ തന്നെ കണ്ടുപിടിച്ചിട്ടുള്ള കോളോൺ ക്ലാസിഫിക്കേഷൻ വെച്ച് ഒരു നമ്പർ കൊടുക്കുക. ഫോർ മെഡിസിന് ഒരൊറ്റ നമ്പർ, ഹോമിയോപ്പതിക്ക് ഒരൊറ്റ നമ്പർ. അപ്പൊ ആ നമ്പറിലുള്ള ബുക്കുകളെല്ലാം അതിന്റെ സൈഡില് ബുക്കിന്റെ സ്പൈൻ ലേബലില് ആ നമ്പർ നോട്ട് ചെയ്ത് അല്ലെങ്കിൽ ഒരു സ്റ്റിക്കർ ഒട്ടിച്ച് വെക്കും. ബാർകോഡ് ഉണ്ടെങ്കിൽ ബാർകോഡിൽ തന്നെ ആ ക്ലാസ് നമ്പർ നമുക്ക് ഒട്ടിച്ച് വെക്കാവുന്നതാണ്. അപ്പോൾ ഹോമിയോപ്പതിയുടെ നമ്പറായിട്ട് വന്നിട്ടുള്ളത് DDC സ്കീം അനുസരിച്ച് 615.532 എന്നുള്ള നമ്പറാണ്. ഇത് നമ്മൾ ബൈഹാർട്ട് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല. നമുക്കിപ്പോ ഇപ്പം ഈ ലൈബ്രറി സയൻസും ക്ലാസിഫിക്കേഷൻ സ്കീമും എല്ലാം പഠിച്ചാലേ ഇത് ചെയ്യാവൂ എന്നുള്ള ഒരു ഇതും അങ്ങനത്തെ ഒരു തെറ്റിദ്ധാരണ വേണ്ട. നമുക്കിപ്പോ ക്ലാസ് നമ്പർ ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഹോമിയോപ്പതിയുടെ നമ്പർ കിട്ടും. DDC അനുസരിച്ച് ഹോമിയോപ്പതിയുടെ നമ്പർ എത്രയാണെന്ന് ചോദിച്ചാൽ ഈ നമ്പർ കിട്ടും. അതുപോലെ തന്നെ ഇപ്പൊ ഇംഗ്ലീഷ് ഫിക്ഷൻ ആയിരിക്കും, ഇംഗ്ലീഷിന്റെ ഒരു പ്രത്യേക നമ്പർ ഉണ്ട്. ലിറ്ററേച്ചർ എല്ലാം 800 തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന നമ്പേഴ്സ് ആണ്. ഇപ്പൊ അപ്ലൈഡ് സയൻസ് ആയതുകൊണ്ടാണ് ഈ 600 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഹോമിയോപ്പതിക്ക് 615532 എന്നുള്ള നമ്പർ കൊടുത്തിട്ടുള്ളത്. അപ്പോ ഇതിന്റെ കൂടെ തന്നെ ആ ബുക്ക് എഴുതിയ ഓഥറിന്റെ ഫസ്റ്റ് 3 ലെറ്റേഴ്സ് കൂടെ, ഇപ്പൊ സാമുവൽ ഹാനിമാൻ എഴുതിയ ബുക്കിന്റെ ഹാനിമാൻ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പേര്, HAH, ഫസ്റ്റ് 3 ലെറ്റേഴ്സ് കൂടെ നോട്ട് ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് ഷെൽഫിൽ നിന്ന് പെട്ടെന്ന് അതിനെ റിട്രീവ് ചെയ്യാൻ സഹായിക്കും. അപ്പൊ ക്ലാസിഫിക്കേഷന് വേണ്ടിയിട്ടാണ് ഈ ക്ലാസിഫിക്കേഷൻ സ്കീം ഉപയോഗിക്കുന്നത്. ലോകത്ത് ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട 3 ക്ലാസിഫിക്കേഷൻ സ്കീമാണ് DDC, UDC, CC എന്നുള്ളത്. അതില് ലോകത്ത് കേരളത്തിലും ബാക്കിയുള്ള മിക്ക ലൈബ്രറികളിലും ഫോളോ ചെയ്ത് വരുന്നത് DDC ക്ലാസിഫിക്കേഷൻ സ്കീമാണ്. DDC ക്ലാസിഫിക്കേഷൻ സ്കീം അനുസരിച്ച് നമുക്കൊരു ബുക്ക് കാണുമ്പോൾ തന്നെ അതിന്റെ സബ്ജക്റ്റ് അനുസരിച്ച് ക്ലാസ് നമ്പർ കിട്ടുന്നതാണ്. അപ്പൊ ആ ക്ലാസ് നമ്പർ ഈ ബുക്കിന്റെ സ്പൈൻ ലേബലിൽ ഒട്ടിച്ചു വെക്കുക അല്ലെങ്കിൽ എഴുതി വെക്കുക. ഇതെന്തിനാണ്? സയൻസ് ഹോമിയോപ്പതിയുടെ ബുക്കുകളെല്ലാം നമുക്ക് കയ്യിൽ കിട്ടുമ്പോൾ ഇത് ഒരുമിച്ച് ഈ 616.532 എന്നുള്ള നമ്പർ നോട്ട് ചെയ്യാനും ഈ 616.532 എന്നുള്ള ബുക്കുകൾ ഫുള്ള് ഒരൊറ്റ സെക്ഷനായിട്ട് നമുക്ക് വായിക്കാനും സാധിക്കും. അപ്പോ റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്ട്സ് എല്ലാം ഒരിടത്തിരിക്കും. ഫിസിക്സിന്റെ നമ്പർ ആണെങ്കിൽ ഫിസിക്സിന്റെ നമ്പർ നൊട്ടേഷൻ കൊടുത്തിട്ട് സ്പൈൻ ലേബലിൽ കൊടുത്തിട്ട് അതെല്ലാം ഒരു ഷെൽഫിൽ വെക്കാൻ പറ്റും. അപ്പോൾ ഒരു യൂസറിന് പെട്ടെന്ന് സയൻസിൽ തന്നെ അതിൽ ഫിസിക്സിലോട്ടോ കെമിസ്ട്രിയിലോട്ടോ ഈ നമ്പർ അനുസരിച്ച് പോകാനായിട്ട് സാധിക്കും. പോകുമ്പോൾ തന്നെ
ക്ലോസ് ആയിട്ടുള്ള എല്ലാ സബ്ജക്റ്റുകളും ഒരു സ്ഥലത്ത് തന്നെ കേന്ദ്രീകരിക്കാൻ സാധിക്കും. അല്ലാതെ ഇത് എല്ലാ ബുക്കുകളും കൂടെ ഒരുമിച്ച് വെച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പം ഇതിനെ തരം തിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു ക്ലാസിഫിക്കേഷൻ സ്കീം ഉള്ളത്. ക്ലാസിഫിക്കേഷൻ സ്കീം ഒരു നമ്പർ സ്കീം ആണ്. നമ്പർ അനുസരിച്ച് ഓരോ സബ്ജക്റ്റിനും ഓരോ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഹോമിയോപ്പതിക്ക് ഒരു പ്രത്യേക നമ്പർ ഉണ്ട്, അതാണ് ഞാൻ പറഞ്ഞത്. ആ നമ്പറിലുള്ള ഈ നമ്പർ തന്നെയാണ് സ്പൈൻ ലേബലിൽ ഒട്ടിക്കുന്നത്. അപ്പൊ അങ്ങനത്തെ ബുക്കുകളെല്ലാം ഒരുമിച്ച് വെക്കുന്നു, ഷെൽഫിൽ കൊണ്ട് അറേഞ്ച് ചെയ്യുന്നു. അപ്പോൾ നമ്മള് ഒരു ഹോമിയോപ്പതി റിലേറ്റഡ് ആയിട്ടുള്ള ഒരാൾ വന്ന് ഈ ബുക്ക് ഉണ്ടോ എന്ന് ചോദിച്ചാൽ, ഹോമിയോപ്പതിയുടെ ബുക്ക് ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് നേരിട്ട് ഡയറക്റ്റ് ചെയ്യാം. 6/6.532 നിങ്ങൾ ആ സെക്ഷനിൽ ചെന്ന് നോക്കിയാൽ ആ ക്ലാസ് നമ്പറിലുള്ള എല്ലാ ബുക്കുകളും, ഹോമിയോ റിലേറ്റഡ് ആയ എല്ലാ ബുക്കുകളും അവിടെ അവൈലബിൾ ആണെന്ന് നമുക്ക് അറിയിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇംഗ്ലീഷ് ഫിക്ഷന്റെ നമ്പറാണ് 823.914. 823.914 ഇംഗ്ലീഷ് ഫിക്ഷൻ ആണ്. അപ്പൊ ഇംഗ്ലീഷ് ഫിക്ഷന്റെ സെക്ഷനിൽ വരുമ്പോഴത്തേക്ക് 823.914 എന്ന് പറയുന്ന ക്ലാസ് നമ്പറിൽ, അപ്പൊ ബുക്കിന്റെ സ്പൈൻ ലേബൽ എല്ലാം ഇതേ നമ്പർ ആയിരിക്കും. അവിടെ ചെന്ന് ഈസി ആയിട്ട് ഈ ബുക്ക് ലൊക്കേറ്റ് ചെയ്യാനും ഓതറിന്റെ ഫസ്റ്റ് 3 ലെറ്റേഴ്സ് ഉള്ളതുകൊണ്ട് ആ പെർട്ടിക്കുലർ ഓതർ വെച്ചിട്ടുള്ള ബുക്ക് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനും സാധിക്കുന്നതാണ്. ദെൻ അടുത്ത പർപ്പസ് ആണ് കാറ്റലോഗിങ്. കാറ്റലോഗിങ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ ഷെൽഫിൽ ബുക്കുകളെല്ലാം കറക്റ്റ് ആയിട്ട് അറേഞ്ച് ചെയ്ത് ആക്സഷൻ രജിസ്റ്ററിൽ എൻ്റർ ചെയ്തു, അതിനുശേഷം ക്ലാസ് നമ്പർ കൊടുത്തു. ക്ലാസ് നമ്പർ കൊടുത്ത് ഉള്ള ഒരുമിച്ചുള്ള ബുക്കുകളെല്ലാം ഒരൊറ്റ സ്ഥലത്തായിട്ട് അറേഞ്ച് ചെയ്തു. ഇനി ഈ യൂസർ, ഏതെങ്കിലും ഒരു യൂസർ വരുമ്പോൾ നമ്മൾ തന്നെ ബുക്ക് എടുക്കണമെങ്കിൽ തിരിച്ച് റിട്രീവലിന് വേണ്ടിയിട്ടുള്ള എളുപ്പത്തിനാണ് കാറ്റലോഗിങ് ഉപയോഗിക്കുന്നത്. അപ്പോൾ കാർഡ് കാറ്റലോഗിങ് ആണ് പണ്ട് ഉപയോഗിച്ച് പോകുന്നത്. ഓതറിന്റെ പേരിൽ നമുക്ക് സെർച്ച് ചെയ്തെടുക്കാം, ടൈറ്റിലിന്റെ പേരിൽ നമുക്ക് സെർച്ച് ചെയ്തെടുക്കാം. അതുപോലെ ഇപ്പൊ നമുക്കിപ്പോ ജസ്റ്റ് ഒരു പേഴ്സണൽ ലൈബ്രറി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് സോഫ്റ്റ്വെയർ ഒന്നും ഇല്ലെങ്കിൽ പോലെയും ഒരു എക്സൽ ഷീറ്റിൽ നമ്മൾ ഈ ഡീറ്റെയിൽസ് അക്സഷൻ രജിസ്റ്ററിൽ കൊടുക്കുന്ന ഡീറ്റെയിൽസ്, ഓതർ, ടൈറ്റിൽ, ഇയർ, പിന്നെ കോൾ നമ്പർ, ഇതെല്ലാം കൊടുത്തതിന് ശേഷം നമ്മൾ ഏത് ഷെൽഫിലാണോ വെച്ചത് ആ ഷെൽഫിന്റെ മുകളിൽ നമ്മൾ ഷെൽഫ് നമ്പർ 12, ഷെൽഫ് നമ്പർ 13 എന്ന് പറഞ്ഞ് ലേബിൾ കാണുമല്ലോ. ആ ലേബിൾ കൂടെ ഈ എക്സൽ ഷീറ്റിൽ എൻ്റർ, ആ ബുക്കിന്റെ അതേ ഡീറ്റെയിൽസ്, ഷെൽഫ് നമ്പർ 12 അതില് ABCD ഇതിലേത് എയിലാണോ ബിയിലാണോ ഏത് റാക്കാണ് എന്നുള്ളത് കൂടെ കൊടുത്താൽ നമുക്ക് ഈസി ആയിട്ട് ലൊക്കേറ്റ് ചെയ്യാം, ബുക്ക് ലൊക്കേറ്റ് ചെയ്യാനും ആ ഷെൽഫിൽ പോയി ചെന്ന് ആ ബുക്ക് ഐഡന്റിഫൈ ചെയ്യാനും സാധിക്കും. അപ്പോൾ കാറ്റലോഗിങ്ങിന്റെ പ്രത്യേകത അതാണ്. ഓരോ ബുക്ക് ആക്സഷൻ രജിസ്റ്ററിൽ എൻ്റർ ചെയ്തതിന് ശേഷം കമ്പ്യൂട്ടറിൽ എൻ്റർ ചെയ്യുന്ന സമയത്ത് ആ ഷെൽഫ് നമ്പർ കൂടെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെന്ന് ലൊക്കേറ്റ് ചെയ്ത് ബുക്ക് എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് എളുപ്പമാക്കാൻ വേണ്ടി നമ്മൾ ഓരോ ഷെൽഫും അറേഞ്ച് ചെയ്യുന്ന സമയത്ത് ഓരോ ഷെൽഫിന് ഷെൽഫ് നമ്പർ കൊടുക്കുക. അതിന് എത്ര റാക്ക് ഉണ്ടോ ആ റാക്ക് കൂടെ തരംതിരിച്ച് അറിയാൻ വേണ്ടി A ആയിട്ടോ B ആയിട്ടോ C ആയിട്ടോ കൊടുത്ത് ലേബിൾ ചെയ്ത് ഒട്ടിച്ചു കഴിഞ്ഞാൽ നമ്മൾ യൂസറിന് പറയുന്ന സമയത്ത് അതേ കറക്റ്റ് റാക്കിൽ പോയി തന്നെ കറക്റ്റ് ആയിട്ട് ഈ ബുക്ക് റിട്രീവ് ചെയ്യാനായിട്ട് സാധിക്കാൻ പറ്റും. അപ്പോൾ ലൈബ്രറി കാറ്റലോഗിങ്ങിന് വേണ്ടിയിട്ട് ഒരുപാട് സോഫ്റ്റ്വെയർസ് ഉണ്ട്. കോഹ, ഈ ഗ്രന്ഥാലയ, ലിപ്മാസ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർസ് ആണ് ഉള്ളത്. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ ലൈബ്രറി സെറ്റ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമേഷൻ സോഫ്റ്റ്വെയർ ഉപയോഗിക്കാറുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് ലിപ്മാസ് സോഫ്റ്റ്വെയർ. ലിപ്മാസ് സോഫ്റ്റ്വെയറിന്റെ കമ്പനി ട്രിവാൻഡ്രത്ത് തന്നെ അവൈലബിൾ ആണ്. 35,000 തന്നെ ആ സോഫ്റ്റ്വെയർ ചെയ്തു തരുന്നതും ബുക്കെല്ലാം എൻട്രി ചെയ്ത് തരുന്നതുമാണ്. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ല പേഴ്സണലായിട്ട് നമുക്കൊരു ചെറിയ ലൈബ്രറിയാണ് സെറ്റ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ എക്സൽ ഷീറ്റിൽ തന്നെ ഈ ഡീറ്റെയിൽസ് ടൈപ്പ് ചെയ്തിട്ടാൽ, ഒരു കമലാദാസിന്റെ ഒരു പർട്ടിക്കുലർ ബുക്ക് വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ എക്സൽ ഷീറ്റിൽ ഫൈൻഡ് എന്നുള്ള ഓപ്ഷനിൽ സെർച്ച് ചെയ്താൽ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് ആ എക്സൽ ഷീറ്റിൽ തന്നെ അറിയാൻ പറ്റും. അവിടെ തന്നെ ഫിസിക്കൽ ഡിസ്ക്രിപ്ഷൻ ആയിട്ട് ഷെൽഫ് നമ്പർ കൂടെ കൊടുത്തു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഷെൽഫ് നമ്പറും ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. കറക്റ്റ് ആയിട്ട് ആ ഷെൽഫ് നമ്പറിൽ അത് A ആണോ B ആണോ C ആണോ എന്നുള്ള റാക്കിൽ പോയി ബുക്ക് റിട്രീവ് ചെയ്യാനും പറ്റും. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ബുക്ക് ലൊക്കേറ്റ് ചെയ്യാനുള്ള സംവിധാനം കൂടെ ഇത് മുഖേന ആയി കഴിയും. ഷെൽഫിന്റെ കാര്യം വരുമ്പോഴത്തേക്ക് നമ്മൾ ഒരുപാട് കാലത്തേക്ക് ബുക്ക് സൂക്ഷിക്കാനുള്ളത് കൊണ്ട് വളരെ സേഫ് ആയിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഷെൽഫിൽ തന്നെ ഇതെല്ലാം സൂക്ഷിക്കുക. അതോടൊപ്പം തന്നെ ഷെൽഫ് ലേബിൾ കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. റാക്ക് ഉണ്ടെങ്കിൽ അത് പ്രത്യേകിച്ച് നോട്ട് ചെയ്യുക. കാരണം കുട്ടികൾക്ക് ആ സ്റ്റിക്കർ ഒട്ടിച്ചിരുന്ന A ആണോ B ആണോ C ആണോ എന്നുള്ളത് യൂസേഴ്സിന് ഐഡന്റിഫൈ ചെയ്യാതെ പറ്റും, നമുക്കായിരുന്നാലും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോ പിന്നെ ഈ ഷെൽഫിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കുറച്ച് സ്പേസ് അഡീഷണൽ ആയിട്ട് ഓരോ റാക്കിലും ഇട്ടിരിക്കണം. കാരണം നമുക്ക് കിട്ടുന്ന പുതിയ പുസ്തകങ്ങളെല്ലാം ഇതിലോട്ടാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്ത് എൻ്റർ ചെയ്ത് കയറ്റുന്നത്. അപ്പം
ലൈബ്രറി സയൻസിന്റെ അല്ലെങ്കിൽ ഹോമിയോപ്പതിയുടെ ബുക്കുകൾ കിട്ടുമ്പോൾ ഈ സ്പേസ് ഇട്ടിരുന്നാൽ മാത്രമേ അതത് സബ്ജക്റ്റിന്റെ ഇടയിലോട്ട് സിമിലർ സബ്ജക്റ്റിന്റെ ഇടയിലോട്ട് പുസ്തകങ്ങൾ വയ്ക്കാനും ഒരുമിച്ച് അതിരിക്കാനും നമുക്ക് എടുക്കാനും സാധിക്കും. അപ്പോൾ എല്ലാ ഷെൽഫിലും കുറച്ച് സ്പേസ് അധികമായിട്ട് തന്നെ ഇട്ടിരിക്കണം. നെക്സ്റ്റ് നമ്മൾ ലൈബ്രറിയിൽ പ്രധാനപ്പെട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് യൂസേഴ്സ്. അപ്പോൾ നമ്മൾ ലൈബ്രറി അക്വിസിഷൻ രജിസ്റ്ററിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞു, ക്ലാസിഫൈ ചെയ്ത് കഴിഞ്ഞു. ക്ലാസിഫൈ ചെയ്തതിന് ശേഷം കാറ്റലോഗിങ് കൂടെ ചെയ്തു, ഷെൽഫിൽ അറേഞ്ച് ചെയ്തതിന് ശേഷം ലൈബ്രറി സെറ്റായി. പക്ഷെ ആരാണ് ഇവിടുത്തെ യൂസേഴ്സ്? നമ്മൾ തന്നെയാണെന്നുണ്ടെങ്കിൽ വേറെ പ്രശ്നമില്ല, നമുക്ക് തന്നെ അത് ഉപയോഗിക്കാവുന്നതാണ്. അതേസമയം ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് നിങ്ങൾക്ക് ഒരു ചാർജ് കിട്ടിയത്, ലൈബ്രറിയുടെ ഒരു ഇത് സെറ്റ് ചെയ്യാൻ ആവശ്യമായിട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ പ്രധാനപ്പെട്ട കാര്യമാണ് യൂസേഴ്സ് എന്നുള്ളത്. സ്റ്റുഡൻസ് ആയിരിക്കാം, ടീച്ചേഴ്സ് ആയിരിക്കാം, പുറത്തുനിന്നുള്ള യൂസേഴ്സ് ആയിരിക്കാം, റിസർച്ചിന് വരുന്ന ആൾക്കാരായിരിക്കും. പ്രത്യേക ബുക്കുകളൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു സ്പെസിഫിക് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ റിസർച്ച് ചെയ്യുക, അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം ഒരുക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ നമ്മൾ ഒരു മെമ്പർഷിപ്പ് ബുക്ക് ഒരു രജിസ്റ്റർ കീപ്പ് ചെയ്യണം. അതായത് നമുക്ക് പേഴ്സണലായിട്ട് ഉപയോഗിക്കാനാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ ക്രമേണ ലൈബ്രറി ഇഷ്ടപ്പെട്ട് യൂസ് ചെയ്യാൻ ആൾക്കാർ വരുന്നുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും മെമ്പർഷിപ്പ് സൂക്ഷിക്കണം. കാര്യം ജസ്റ്റ് വന്ന് റീഡ് ചെയ്ത് പോകുന്നതിനാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ ബുക്ക് അവര് ഇവിടെ നിന്ന് എടുക്കുന്നു, ലെൻഡ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു മെമ്പർഷിപ്പ് രജിസ്റ്റർ സൂക്ഷിക്കണം. അതില് അവരുടെ പേര്, അഡ്രസ്സ്, കോൺടാക്ട് നമ്പർ ഇത്രയുമാണ് മെമ്പർഷിപ്പ് രജിസ്റ്ററിൽ നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യം. ഇപ്പോൾ ലൈബ്രറി സോഫ്റ്റ്വെയർ ആണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ അതിൽ തന്നെ നമ്മൾ മെമ്പേഴ്സിന് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് ഓപ്ഷൻസ് ഉണ്ട്. അതിൽ നെയിമും അഡ്രസ്സും കോൺടാക്ട് നമ്പർ കൊടുക്കാൻ പറ്റും. പക്ഷെ രജിസ്റ്റർ സിസ്റ്റം ഒരു കൊച്ചു ലൈബ്രറി ആണ്, നമുക്ക് വീട്ടിലോട് ചേർന്ന് അല്ലെങ്കിൽ നമ്മളെ ഹോസ്പിറ്റലിനോട് ചേർന്ന ഒരു ലൈബ്രറി ഉണ്ട്, അതാണ് നമുക്ക് ക്രമീകരിക്കാനുണ്ടെങ്കിൽ ഒരു മെമ്പർഷിപ്പ് രജിസ്റ്റർ സൂക്ഷിക്കുക. അതിൽ കുറച്ച് യൂസേഴ്സ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഓരോ പേജ് തന്നെ ഒരു യൂസറിനായിട്ട് കീപ്പ് ചെയ്യാം. പേരെഴുതിയിട്ട് ഒരു 3 ബുക്ക് എടുക്കുന്നെങ്കിൽ ബുക്കിന്റെ പേരും എന്നാണ് ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്നത്, ആ ഡേറ്റും തിരിച്ചെന്നാണ് കൊണ്ടുവരുന്നത് ആ ഡേറ്റ് നോട്ട് ചെയ്താൽ മതി. ഇപ്പം തിരിച്ചു കൊണ്ടുവരുന്ന ഡേറ്റ് ബ്ലാങ്ക് ആയിട്ട് കിടക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഈ നോട്ട് ചെയ്തിരിക്കുന്ന ബുക്കുകളെല്ലാം അദ്ദേഹത്തിന്റെ കസ്റ്റഡിയിലുള്ള ബുക്കുകളാണെന്ന്. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ രജിസ്റ്റർ സിസ്റ്റം മെമ്പർഷിപ്പ് രജിസ്റ്റർ ആയിട്ട് സൂക്ഷിക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ സോഫ്റ്റ്വെയറിൽ തന്നെ ഇതിന്റെ ഓപ്ഷൻ ഉണ്ട്, ഓട്ടോമാറ്റിക് ആയിട്ട് എൻ്റർ ചെയ്യാം. ഇപ്പോ കാർഡ് സിസ്റ്റം ആണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോ ഒരു ഡോക്ടറിന് 3 ബുക്ക് എടുക്കാം എന്നുള്ള പ്രയോറിറ്റിയാണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ 3 കാർഡ് അദ്ദേഹത്തിന് മെമ്പർഷിപ്പ് കൊടുക്കുന്ന സമയത്ത് കൊടുക്കുക. അതിൽ നിന്ന് ബുക്ക് എടുക്കുന്ന അവസരത്തിൽ ആ 2 കാർഡ് വാങ്ങിച്ചു വെക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ഇദ്ദേഹത്തിന്റെ പേരിൽ 2 ബുക്ക് കയ്യിൽ കസ്റ്റഡിയിലുണ്ട്. അപ്പൊ ബുക്ക് തിരിച്ചു തരുന്ന മുറയ്ക്ക് ഈ 2 കാർഡും തിരിച്ചു കൊടുക്കുക. അപ്പൊ അയാളെ കയ്യിൽ ഒരു ബുക്കും ഇല്ല എന്നുള്ള ഒരു ഇതാണ്. കാർഡ് സിസ്റ്റം ഫോളോ ചെയ്യാം, അതായത് മെമ്പർഷിപ്പ് രജിസ്റ്റർ സിസ്റ്റം ഫോളോ ചെയ്യാം. കമ്പ്യൂട്ടറൈസ് ആണെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ മെമ്പേഴ്സ് ഇൻസ്റ്റിറ്റ്യൂഷണൽ വൈസ് നോക്കുകയാണെങ്കിൽ, പ്രൈവറ്റ് ആയിട്ടൊരു ലൈബ്രറി സൃഷ്ടിക്കുമ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻ വൈസ് നോക്കുകയാണെങ്കിൽ നമ്മളെ യൂസേഴ്സിന് എപ്പോഴും നമ്മൾ എണ്ണം കൂട്ടുക തന്നെ വേണം. അത് ലൈബ്രറിയൻ എന്നുള്ള രീതിയിൽ നമ്മൾ നല്ല രീതിയിൽ ഇടപഴകുക, ആവശ്യത്തിലധികം ബുക്സുകൾ അവൈലബിൾ ആക്കുക, അവരുടെ റീഡിംഗ് ഫെസിലിറ്റീസ് കൂട്ടുക, ആംബിയൻസ് കൂട്ടുക, ഫർണിഷിംഗ് എല്ലാം കൂട്ടുക. അപ്പോൾ ഇതെല്ലാം റീഡേഴ്സിനെ അട്രാക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഈ സന്ദർഭത്തിൽ നമ്മൾ ചെയ്യേണ്ടത് ടീച്ചേഴ്സിനായിട്ടും സ്റ്റുഡൻസിനായിട്ടും പ്രത്യേക മെമ്പർഷിപ്പ് രീതികൾ ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. സ്റ്റുഡൻസിന് നമ്മൾ സാധാരണ 2 ആഴ്ചത്തേക്കാണ് പുസ്തകങ്ങൾ നൽകുന്നത്. അത് ഗവൺമെന്റ് നോംസ് അനുസരിച്ചാണ് അങ്ങനെ കൊടുക്കുന്നത്. നമുക്ക് പേഴ്സണൽ ആയിട്ടുള്ള ഒരു സ്ഥാപനം ആവുമ്പോഴത്തേക്ക് നമുക്ക് അതിന്റെ ഡിസ്ക്രിപ്ഷൻ ഉണ്ട്, എത്ര ദിവസത്തേക്ക് കയ്യിൽ വെക്കാം, പുസ്തകങ്ങൾ കയ്യിൽ വെച്ചേക്കാം എന്നുള്ളത്. അപ്പോൾ റീഡിംഗ് ഒന്നുമില്ല, ഇവിടെ മാത്രം റെഫറൻസേ ഉള്ളൂവെങ്കിൽ അങ്ങനെ തന്നെ ലൈബ്രറി സൂക്ഷിക്കുക. അഥവാ പുറത്ത് കൊണ്ടുപോകാൻ ബുക്ക് ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരു പീരീഡ് നിശ്ചയിക്കുക, 1 വീക്ക്, ഒരു 7 ദിവസം കഴിയുമ്പോൾ തിരിച്ച് റിട്ടേൺ ചെയ്യുക. റിട്ടേൺ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ സാധാരണ ഗവൺമെന്റ് നോംസ് അനുസരിച്ച് ഫൈൻ വയ്ക്കുന്നതാണ്. ഒരു ദിവസം 1 രൂപ വീതം ഫൈൻ കളക്ട് ചെയ്യുന്നതാണ്. പക്ഷെ അവർക്ക് റിട്ടേൺ ചെയ്യേണ്ട ദിവസത്തിന് നമ്മൾ കറക്റ്റായിട്ട് റിട്ടേൺ ചെയ്ത് വീണ്ടും ഇഷ്യൂ ചെയ്ത് കൊടുക്കാന്നുള്ള ഒരു അവസരം ഉണ്ടാക്കുക. അപ്പോൾ റീഡേഴ്സ് എത്രയും ബുക്കുകൾ ഉപയോഗിക്കും. നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള കോളേജുകൾക്കും AICTയുടെ കീഴിലുള്ള കോളേജുകൾക്കും ആണെങ്കിൽ അവർ പറയുന്നത് എത്ര ബുക്ക് ഉപയോഗിച്ചു
എത്ര ബുക്ക് നമ്മുടെ കളക്ഷനായിട്ട് ഉണ്ട് എന്നുള്ള പരിഗണന അല്ല അവർ നോക്കുന്നത്. പക്ഷെ എത്രമാത്രം യൂസേഴ്സ് ലൈബ്രറിയിൽ വന്നു പോയി, ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും ലൈബ്രറി വിസിറ്റ് ചെയ്തോ, നമ്പർ ഓഫ് ഫുട്ഫോൾ ഓഫ് യൂസേഴ്സ് ആണ്. അപ്പൊ ഒരു തവണയെങ്കിലും യൂസർ വന്നു പോണം, അതാണ് അവർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ അത്രയും ഒരു അറ്റ്മോസ്ഫിയർ ലൈബ്രറിയിൽ ക്രിയേറ്റ് ചെയ്താൽ ഉറപ്പായിട്ടും ഒരുപാട് യൂസേഴ്സ് വരും. പുതിയ പുതിയ പുസ്തകങ്ങൾ വരുന്നത്, നല്ല പുസ്തകങ്ങൾ വായിക്കാൻ വേണ്ടി ആൾക്കാർ എത്തുക തന്നെ ചെയ്യും. ലൈബ്രറി നന്നായിട്ട് ഉപയോഗിക്കും, പുസ്തകങ്ങൾ ഒരുപാട് എടുക്കും. അങ്ങനെ നമ്മുടെ ലൈബ്രറി മാക്സിമം യൂസേഴ്സിൽ എത്തിക്കാനായിട്ട് സാധിക്കും. അപ്പോ വായന ഒരിക്കലും നശിച്ചു പോകുന്നില്ല. ഇപ്പൊ സാറ് നേരത്തെ പറഞ്ഞതുപോലെ 1 മണിക്കൂറെങ്കിൽ 1 മണിക്കൂർ പത്രം വായിക്കുക, ഇംഗ്ലീഷ് ന്യൂസ് വായിക്കുക. അപ്പൊ നമ്മുടെ ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യും. പിന്നെ നമുക്ക് അന്നന്ന് നടക്കുന്ന കാര്യങ്ങൾ അറിയാൻ പറ്റും. 1 മണിക്കൂർ അതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുക. അങ്ങനെ നമുക്ക് അതൊരു റീഡിങ് ഹാബിറ്റ് ആയിട്ട് മാറ്റാൻ പറ്റും. ഇപ്പോഴത്തെ ജനറേഷൻ അനുസരിച്ച് കുട്ടികൾ മൊബൈൽ അധികം ഉണ്ടെങ്കിലും ബുക്ക് ഉപയോഗിക്കുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. കാര്യം നമുക്ക് ബുക്ക് കൊടുക്കുന്നപ്പോൾ അറിയാം ഓരോ മാസവും കുട്ടികൾ എന്തുമാത്രം ബുക്കുകളാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത്. കുട്ടികൾ ബുക്കിന്റെ ലിസ്റ്റും ആയിട്ടാണ്, ഇപ്പം മൊബൈൽ വഴി ഇഷ്ടം പോലെ ബുക്കുകൾ അവർക്ക് കിട്ടും, ലിസ്റ്റ് കിട്ടും. ആ ലിസ്റ്റ് അനുസരിച്ച് ബുക്ക് വരികയും സെർച്ച് ചെയ്യുകയും എടുത്തോണ്ട് പോകുന്ന ഒരു പ്രവണതയാണ് കണ്ടുവരുന്നത്. അപ്പൊ വായിക്കുന്ന ആൾക്കാരുണ്ട്, വായനയുണ്ട്, വായന തുടർന്നുകൊണ്ടേ ഇരിക്കുന്നു, വായന നശിക്കുന്നില്ല. ഒരുപാട് നല്ല പുസ്തകങ്ങൾ വരുന്നു, അത് അന്വേഷിച്ചെത്തുന്ന യൂസേഴ്സും ഒട്ടനവധി തന്നെയാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ആ പുസ്തകങ്ങളെല്ലാം, അവർക്ക് ആവശ്യമുള്ള പുസ്തകങ്ങളെല്ലാം അവൈലബിൾ ആക്കിയാൽ അത് അവർ നല്ല രീതിയിൽ ഉപയോഗിക്കുക തന്നെ ചെയ്യും. അപ്പോ പുസ്തകം ഒരു കളക്ഷൻ ആയിട്ട് മാത്രം സൂക്ഷിക്കാതെ ഒരുപാട് പേരിൽ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നല്ല ഒരു വായന സന്ദേശവും കൂടെ ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ഇതുപോലെ തന്നെ ലൈബ്രറിയിൽ നമുക്ക് ഇന്റർനെറ്റ് ഫെസിലിറ്റി കൂടെ അവൈലബിൾ ആക്കിയാൽ അതുവഴി കുറച്ചുകൂടെ നമുക്ക് ഈ ബുക്സ് ഇപ്പൊ അവൈലബിൾ ആണ്. ഈ ബുക്സ് നമുക്ക് കുട്ടികളിൽ എത്തിക്കാൻ പറ്റും. അങ്ങനെ താല്പര്യമുള്ള കുട്ടികൾക്ക് വീട്ടിലിരുന്ന യൂസർ നെയിം പാസ്വേഡും കൊടുത്ത് കയറി ലോഗിൻ ചെയ്ത പുസ്തകങ്ങൾ ഇലക്ട്രോണിക് ഫോർമാറ്റിലുള്ളത് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ലൈബ്രറി ഓരോ വർഷവും നമ്മൾ സ്റ്റോക്ക് വെരിഫിക്കേഷൻ ഒന്ന് ചെക്ക് ചെയ്ത് വെക്കണം. കാരണം എന്തെങ്കിലും മിസ്സായോ എന്ന് അറിയാനും, പിന്നെ വേറെ ആരെങ്കിലും നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ വൈസിലുള്ള ഹെഡുകൾ ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഇത്ര പുസ്തകങ്ങൾ കുട്ടികളുടെ കയ്യിലിരിക്കുകയാണ്, ഇത്ര നമ്മുടെ സ്റ്റോക്കിലുണ്ട് എന്നുള്ള ഒരു സത്യസന്ധമായിട്ടുള്ള ഒരു റിപ്പോർട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കണം. എന്തെങ്കിലും ഒരു ഇൻസ്പെക്ഷനോ എന്തെങ്കിലും വരണമെങ്കിൽ അല്ലെങ്കിൽ ഒരു വെരിഫിക്കേഷൻ വരുമ്പോൾ കാണിക്കാനായിട്ട് അത് ലൈബ്രറി ആനുവലായിട്ട് തന്നെ ഒരു സ്റ്റോക്ക് വെരിഫിക്കേഷൻ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. എനിക്കും പേഴ്സണലായിട്ട് ഒരു ഹോം ലൈബ്രറി ഉണ്ട്. ഹസ്ബൻഡ് നല്ലൊരു വായനക്കാരനാണ്. അദ്ദേഹത്തിനും ഒരുപാട് യാത്ര റിലേറ്റഡ് ആയിട്ടുള്ള പുസ്തകങ്ങളാണ് ഇഷ്ടം. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു പ്രത്യേക കളക്ഷൻ ഉണ്ട്. പിന്നെ കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് കോമിക് ബുക്സുകളുണ്ട്, നോവൽസ്, പിന്നെ ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യാനുള്ള കുറച്ച് പുസ്തകങ്ങൾ. അപ്പൊ ഇതെല്ലാം നമ്മൾ ഒരുമിച്ച് ഒരു ക്ലാസിഫൈ ചെയ്ത് അടുക്കി വെക്കുകയാണെങ്കിൽ നമ്മുടെ പ്രവർത്തനത്തിലും ചിട്ടയായിട്ടുള്ള ഒരു അടുക്കും ചിട്ടയും വരും. നമ്മൾ കുറച്ചുകൂടെ ക്രമീകരിക്കാൻ നമുക്ക് തന്നെ അത് എളുപ്പമായി തീരാനുള്ള ഒരു ക്രമീകരണത്തിന് ഇടയാക്കും. വായന നല്ല രീതിയിൽ നമുക്ക് ഫ്രീ ടൈം കിട്ടുമ്പോൾ അവസരോചിതമായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മളെ വീട്ടിൽ തന്നെ അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷനിൽ തന്നെയും നല്ല ഒരു റീഡിംഗ് സെക്ഷൻ അല്ലെങ്കിൽ ഒരു റീഡിംഗ് കോർണർ സൃഷ്ടിക്കാനായിട്ട് ഇത് മുഖേന സാധിക്കുന്നതാണ്. വരുന്ന ആൾക്കാർക്കും അതിൻ്റെ അടുത്ത് ഒരു അട്രാക്ഷൻ തോന്നുകയും അവരും റെഫർ ചെയ്യുകയും അവർക്കും ഉപയോഗിക്കാൻ പറ്റും. ഭാവിയിൽ ഇത് വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ വിപുലീകരിച്ച് നല്ല ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ലൈബ്രറി ആയിട്ട് മാറ്റാനും സാധിക്കും. അപ്പോൾ എല്ലാവർക്കും ഈ നാഷണൽ ലൈബ്രറി ഡേയിൽ നല്ല ഒരു മെസ്സേജ് നൽകിയെന്ന് ഞാൻ കരുതുകയാണ്. എല്ലാവർക്കും വായനാശീലം വളർത്താൻ സാധിക്കട്ടെ. ദിവസം 1 മണിക്കൂറെങ്കിലും സാർ പറഞ്ഞതുപോലെ വായനയിലോട്ട് തുടരാൻ സാധിക്കട്ടെ. വായിച്ച് നമുക്ക് മുന്നേറാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ ഈ ഡിസ്കഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം. പറഞ്ഞതല്ല, ജീവിതവും പുസ്തകവുമായിട്ടുള്ള ബന്ധം അവസാനം പറയാനുള്ള കുത്തഴിഞ്ഞ പുസ്തകം എന്ന് പറയില്ല. അപ്പൊ എന്ന് പറഞ്ഞ പോലെ അടുക്കും ചിട്ടയും വരണമെങ്കിൽ പുസ്തകം നിർത്താൻ കഴിയുമെന്ന് വേണം പറയുന്നത്. അതുപോലെ തന്നെ രാമപുരത്തുമായാലും പറയാൻ പുസ്തകം നോക്കുന്നവർക്കൊക്കെ വിരക്തിയുള്ള അർത്ഥങ്ങൾക്ക് ഭേദവും എന്ന് പറഞ്ഞ പോലെ പുസ്തക ജീവിതത്തെ കുറിച്ച് കാറ്റഗറൈസ് എങ്ങനെയാണെന്ന് പറഞ്ഞു. പിന്നെ പുസ്തകങ്ങളുടെ
എന്തോ സർ? മനോജ് ഡോക്ടറെ സൗണ്ട് കുറവായി തോന്നുന്ന, ക്ലിയർ ആവുന്നില്ല. ക്ലാരിറ്റി കുറവാണ് സർ. ക്ലിയർ ആണ്. ക്ലിയർ ആവുന്നില്ല, എന്തോ ഒരു ഇരപ്പ് പോലെ തോന്നുന്നു. കേൾക്കാന്നേ ഉള്ളൂ, സൗണ്ട് വരില്ലോ. എന്തോ ഒരു പ്രശ്നം ഉണ്ടാകും. അപ്പൊ ഇനി ആർക്കെങ്കിലും ഈ ലൈബ്രറി, ഗ്രന്ഥശാല എന്നുള്ള വിഷയത്തിൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. എന്തെങ്കിലും കുട്ടിക്കാലത്തെ ഓർമ്മകളോ ഗ്രന്ഥശാലയെ കുറിച്ചോ, ഗ്രന്ഥശാല സ്വന്തമായിട്ടുള്ളവരോ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവരോ ഒക്കെ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്ത് വല്ല സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. ദാണ്ട് നമ്മുടെ ഷാലു രാജൻ വീഡിയോ ഓണാക്കി വന്നിട്ടുണ്ട്. എന്തോ ചോദിക്കാനുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഷാലു രാജൻ സംസാരിച്ചു. ഈ പുസ്തകങ്ങൾ എന്ന് പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തെ വലിയ രീതിയിൽ മാറ്റിമറിക്കുന്ന ഒന്ന് തന്നെയാണ്. അത് എന്റെ അനുഭവം കൊണ്ട് തന്നെ ഞാൻ പറയുന്ന ഒരു കാര്യമാണ്. കാരണം ഇപ്പൊ ഈ സോഷ്യൽ മീഡിയയിൽ കൂടി നമുക്ക് ഒരുപാട് അറിവുകൾ കിട്ടാറുണ്ട്. പക്ഷേ പലപ്പോഴും അത് നമ്മുടെ ബ്രെയിനിൽ അത് റിസീവ് ചെയ്യണമെങ്കിൽ ഒരു പുസ്തകം വായിക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്നെ സംബന്ധിച്ച് എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റാൽ ഉടനെ ആദ്യം ചെയ്യുന്ന കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അരമണിക്കൂറെങ്കിലും ഞാൻ ഒരു പുസ്തകം വായിച്ചിരിക്കും. അപ്പൊ എന്റെ ഒരു പ്രൊഫഷൻ ഈ മോട്ടിവേഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നത് കൊണ്ട് അപ്പൊ അത് റിലേറ്റഡ് ആയിട്ടുള്ള പുസ്തകങ്ങളാണ് ഞാൻ കൂടുതൽ വായിക്കാറുള്ളത്. അപ്പൊ അത് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഒരു ദിവസം നമ്മളത് വായിച്ച് ഞാൻ പലപ്പോഴും ഇത് അണ്ടർലൈൻ ചെയ്ത് വെക്കും. ഓക്കെ, മെയിൻ ആയിട്ടുള്ള പോയിന്റ്സ് അണ്ടർലൈൻ ചെയ്ത് വെക്കുമ്പോൾ പിന്നീട് ഇത് വായിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മുടെ കണ്ണുകളിൽ ഉടക്കും. അപ്പൊ അത് ചിലപ്പോൾ ഒരു വാക്ക് തന്നെയായിരിക്കും, ഒരു സെന്റൻസ് തന്നെയായിരിക്കും നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു പോസിറ്റീവ് എനർജി തരുന്നതായിരിക്കും. അതായത് എന്തെങ്കിലും ഒരു മടിയോ അല്ലെങ്കിൽ ഒരു ഡേസ്നെസ്സോ അല്ലെങ്കിൽ നമുക്ക് തന്നെ ഒന്നും സംഭവിക്കുന്നില്ലല്ലോ, നമുക്ക് അനുകൂലമായിട്ട് പലതും സംഭവിക്കാതൊക്കെ വരുന്ന സമയത്ത് എന്നെ ഏറ്റവും കൂടുതൽ മുന്നോട്ട് നയിച്ചിട്ടുള്ളത് ഈ പുസ്തകങ്ങൾ തന്നെയാണ്. ഇപ്പൊ ഞാൻ ഒരു പുസ്തകം എഴുതിയത് നിങ്ങൾക്കുമാകാം ഹീറോ എന്ന് പറയുന്ന ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അപ്പൊ അത് എഴുതുന്നതിലേക്ക് എന്നെ നയിച്ചത് തന്നെ ഈ പുസ്തക വായന തന്നെയാണ്. അപ്പൊ അത് കുട്ടിക്കാലം മുതൽ ഉള്ളൊരു ശീലം വെച്ച് നോക്കുകയാണെങ്കിൽ ഈ പണ്ടൊക്കെ ഈ ബാലരമ, അതുപോലെ ബാലഭൂമി, അതുപോലെ ചിത്രകഥ, അപ്പൊ ഇതൊക്കെ നമ്മളിങ്ങനെ കാത്തിരിക്കുമായിരുന്നു ഓരോ ആഴ്ചയും ഇത് വായിക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് തോന്നുന്നു വെള്ളിയാഴ്ച ദിവസങ്ങളിലാണ് തോന്നി പത്രത്തിന്റെ കൂടെ ഇതുകൂടെ വരും. അപ്പൊ ഇത് വായിക്കാൻ വേണ്ടിയിട്ട് അന്ന് ഈ കുട്ടികൾ തമ്മിൽ ഭയങ്കരമായിട്ട് തിരക്കായിരുന്നു. ഇപ്പൊ അതൊക്കെ ഈ എന്താ പറയാ, ഈ ഇന്നത് മാറി പലപ്പോഴും ഈ കാർട്ടൂണുകളിലേക്ക് കുട്ടികൾ മാറിയിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, നമ്മുടെ ഒരു ഇമാജിനേഷൻ പവർ തന്നെ വർദ്ധിപ്പിക്കുവാൻ ഏറ്റവും നല്ലൊരു കാര്യമാണ് ഈ പുസ്തക വായന എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പം സാറ് തന്നെ, സാറാണോ മാഡം ആണോ പറഞ്ഞല്ലോ, അപ്പൊ ഈ ഒരു വാക്ക് തന്നെ നമ്മൾ ഡിക്ഷണറിയിൽ തപ്പിയെടുക്കുമ്പോൾ കുറെ വാക്കുകൾ നമ്മുടെ കയ്യിലേക്ക്, ഒരു 10 വാക്കുകളെങ്കിലും ഇപ്പം എ എന്നുള്ള ആൽഫബറ്റ് വെച്ചാണ് നമ്മൾ ഒരു വാക്ക് സെർച്ച് ചെയ്യുന്നതെങ്കിൽ അവിടേക്ക് പോകുമ്പോൾ കുറെ വാക്കുകൾ നമ്മുടെ ബ്രെയിനിലേക്ക് റിസീവ് ചെയ്യപ്പെടും. എന്ന് പറഞ്ഞ പോലെയാണ് ഒരു പുസ്തകം വായിക്കുന്ന സമയത്ത് ഇപ്പം അതിലുള്ള, ഇപ്പൊ പണ്ട് ഒരു കാട്ടിൽ ഒരു ആന ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമ്മളത് ഒരു ഇമാജിനേഷനിലേക്ക് പോവുകയാണ്. ശരിയല്ലേ? പക്ഷെ ഇന്ന് കുട്ടികൾക്ക് ഇതെല്ലാം നഷ്ടപ്പെടാനുള്ള കാര്യം ഡയറക്റ്റ് കാർട്ടൂണിലേക്ക് പോകുന്നത് കൊണ്ടാണ്. അപ്പൊ അത് വീട്ടിൽ ആണെങ്കിൽ നമുക്ക് ഇപ്പൊ മാഡം പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഒരു പ്രൊഫഷൻ അനുസരിച്ചിട്ടുള്ള പുസ്തകങ്ങൾ വായിക്കുക, കുട്ടികൾക്ക് വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് പുസ്തകങ്ങൾ വെക്കുക. നമുക്ക് നമ്മളുടെ ഓരോരുത്തരുടെ ഒരു ടേസ്റ്റ് അനുസരിച്ചുള്ള പുസ്തകങ്ങൾ നമ്മൾ വീട്ടിൽ കീപ്പ് ചെയ്യുന്നത് ഏറ്റവും നല്ലതായിരിക്കും. എല്ലാ ദിവസവും നമ്മളെടുത്ത് വായിക്കുന്നത് ഏറ്റവും പ്രയോജനപ്രദമാണ്. അപ്പൊ എനിക്ക് എന്റെ അനുഭവത്തിൽ നിന്ന് അതാണ് എനിക്ക് പറയുവാനുള്ളത്. അപ്പൊ ഈ സോഷ്യൽ മീഡിയയുടെ ഉപയോഗം പരമാവധി നമ്മൾ കുറച്ചുകൊണ്ട് വീട്ടിൽ നല്ലൊരു ലൈബ്രറി ഒക്കെ ഒന്ന് സെറ്റ് ചെയ്ത് എല്ലാ ദിവസവും അത് വായിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിന് വലിയ രീതിയിലുള്ള ഒരു ഊർജം നൽകുന്നതായിരിക്കും. ഇത്രയാണ് എനിക്ക് പറയാനുള്ളത് എന്റെ ഓക്കെ അനുഭവത്തിൽ നിന്ന്. ഓക്കെ ഷാലു രാജൻ ഒരു പറഞ്ഞ പോലെ ഒരു ഇത് പറയാനാണ്, പുസ്തക രചയിതാവ് കൂടിയാണ്. തീർച്ചയായിട്ടും വളരെ സന്തോഷം ഈ വാക്കുകൾ പങ്കുവച്ചതിന്. ഇത് ഡോക്ടർ നിസാം ഷെയറിംഗ് ദ വീഡിയോ എന്ന് കാണിക്കുന്നു. എന്തോന്ന് ഡോക്ടർ നിസാം ശ്രദ്ധിക്കുവോ? ഡോക്ടർ നിസാം, എന്തോ അബദ്ധം പറ്റിയതാണ്. ഓക്കെ ഓക്കെ. അപ്പൊ ഈ പറഞ്ഞ പോലെ
ഈ ശാലു രാജൻ പറഞ്ഞപ്പോ ഒരു കാര്യം ഓർമ്മ വരണം. നിത്യചൈതന്യം എഴുതി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഗുരു നടരാജ ഗുരു മിലരേപ്പയുടെ ജീവചരിത്രം വായിക്കാൻ പറഞ്ഞതും അദ്ദേഹത്തിന്റെ വിദേശ ഒരു സുഹൃത്തുമായിട്ട് ഒരേ സമയത്ത് ഓടുകയും ഒരേ പുസ്തകം രണ്ടുപേർക്ക് ഒരേ സമയം കയ്യിൽ കിട്ടുകയും അവസാനം അതുകൊണ്ട് ഒരുമിച്ച് വായിച്ച കഥ, മിലരേപ്പയുടെ കഥ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. അപ്പൊ എന്ന് പറഞ്ഞ പോലെ പുസ്തകങ്ങൾക്ക് വായന അപ്പോഴും ഇപ്പോഴും പ്രാധാന്യമുണ്ട്. പക്ഷേ ഇന്നത്തെ കാലത്ത് ഒരല്പം കുറഞ്ഞു വരുന്നു എന്ന് പറഞ്ഞാൽ അതിൽ അതിശയക്തി പറയാനില്ല. ഷൈല ഡോക്ടർ എന്ത് പറയുന്നു? ഷൈല ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്യാമോ? ഡോക്ടർ ഷൈല. ഓക്കെ, തീർച്ചയായിട്ടും ഞാൻ അൺമ്യൂട്ട് ചെയ്തു. അപ്പൊ ഞാന് എനിക്ക് വായനയെ കുറിച്ച് പറയാനുള്ളത് വായിക്കണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട്. പക്ഷേ ജീവിതത്തിന്റെ ചില സന്ദർഭങ്ങളിൽ നമുക്ക് വായിക്കാനുള്ള സമയം അത്രത്തോളം കിട്ടുന്നില്ല. പക്ഷെ എങ്കിലും ശ്രമിക്കുന്നുണ്ട്. വായിക്കാൻ പറ്റാതെ പോയ പുസ്തകങ്ങളൊക്കെ ഇപ്പൊ റിട്ടയർ ചെയ്തതിന് ശേഷമൊക്കെ ഒന്ന് വായിക്കാൻ ശ്രമിക്കുന്നുണ്ട്. കല്ലുവാതുക്കൽ നല്ലൊരു ലൈബ്രറി നമുക്ക് അവിടെ അടുത്തുണ്ട്. അത്യാവശ്യം എല്ലാ പുസ്തകങ്ങളും അവിടെ ഉണ്ട്. പിന്നെ ഇളംകുളം കുഞ്ഞൻപിള്ള സ്മാരക ലൈബ്രറി എന്നാണ് നമ്മുടെ ലൈബ്രറിയുടെ പേര്. അപ്പൊ അവിടെ നിന്ന് പുസ്തകമൊക്കെ എടുത്തു വെച്ച് ഇപ്പം ചെറുപ്പത്തിൽ വായിക്കേണ്ടുന്ന പുസ്തകങ്ങളൊക്കെ ഇപ്പോഴാണ് ഞാൻ വായിക്കുന്നത്. എന്നാലും വായിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ മാഡം പറഞ്ഞ് ഇപ്പൊ കുട്ടികൾ ഇഷ്ടം പോലെ വായിക്കുന്നുണ്ട്. അതിൽ എനിക്കൊരു സംശയമുണ്ട്. കാരണം എന്ന് വെച്ചാൽ അതെനിക്ക് തോന്നുന്നു ടൗണിലുള്ള വിദ്യാഭ്യാസ സംബന്ധമായ പുസ്തകങ്ങളൊക്കെ ആണോ എന്തോ കുട്ടികളുടെ അടുത്തുകൊണ്ട് പോയി വായിക്കുന്നത്. നാട്ടിൻപുറത്തൊക്കെ ഇപ്പൊ ഈ ഗ്രന്ഥശാലകളുടെ പ്രവർത്തനം കുറച്ച് കുറഞ്ഞിരിക്കുന്ന ഒരു സന്ദർഭമാണ്. അത്രത്തോളം വായിക്കുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. പിന്നെ എന്നാലും മാഡം, ഞാൻ ഐഡന്റിഫൈ ചെയ്തതെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ജനറേഷനിൽ പഠിക്കുന്ന കുട്ടികളായിരുന്നാലും വായിക്കാൻ താല്പര്യമുള്ള കുട്ടികളുണ്ട്. ഇപ്പോൾ പഠിക്കുന്ന പിള്ളേര് പഠിക്കുന്ന പുസ്തകങ്ങൾ തന്നെ വന്ന് ലൈബ്രറിയിൽ എടുക്കുന്നുണ്ട്. അത് പോയിട്ട് ഇപ്പോഴത്തെ ഇപ്പൊ അഡ്മിഷൻ എടുക്കുന്ന പുതിയ പുതിയ പിള്ളേര് ലിസ്റ്റുമായിട്ട് ഇങ്ങനെ വരികയാണ്. അവർ വന്ന് അവർക്ക് മാക്സിമം എടുക്കാൻ പറ്റുന്ന ബുക്കുകൾ എടുത്തോണ്ട് പോവുകയാണ്. 14 ദിവസം കഴിഞ്ഞിട്ട് പെട്ടെന്ന് വായിച്ച് തീരുന്ന ഒരു ട്രെൻഡാണ് ഞാൻ ഇപ്പൊ നോക്കിയിട്ട്. മൊബൈല് ഉപയോഗിക്കുന്ന കുട്ടികൾ കാണും, പക്ഷെ വായിക്കുന്നത് അങ്ങനെ കുറവായിട്ടുള്ളതല്ല. വായിക്കുന്നുണ്ട് പിള്ളേർ. അതുപോലത്തെ ബുക്കുകളും ട്രെൻഡിങ് ആയിട്ടുള്ള ബുക്കുകളും ഇറങ്ങുന്നുണ്ട്. അത് നോട്ട് ചെയ്ത് വന്ന് പിള്ളേർ എടുത്തോണ്ട് പോവുകയാണ്. മാഡം, അത് ഞാൻ ചോദിച്ചോട്ടെ, അത് എന്താണ് മറ്റേ ഓരോ ഓതേഴ്സ് എഴുതുന്ന പഠന സംബന്ധമായ പുസ്തകങ്ങളാണോ അല്ലാത്ത പുസ്തകങ്ങളാണോ? അല്ലാത്ത പുസ്തകങ്ങളാണ്, നോവൽസ് ആണ് കൂടുതലും. ആണോ? അത് ഇംഗ്ലീഷും എടുക്കുന്നുണ്ട്. ഇപ്പൊ ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ടാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നു ഇത് ഫെസിലിറ്റീസ് ഒക്കെ ലാംഗ്വേജും പിള്ളേരത് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ഇംഗ്ലീഷ് ബുക്സും എടുത്ത് വായിക്കുന്നുണ്ട് കുട്ടികൾ. പെട്ടെന്ന് വായിച്ച് കംപ്ലീറ്റ് ചെയ്തിട്ട് വീണ്ടും പുസ്തകങ്ങൾ വന്ന് എടുക്കുന്ന ഒരു ട്രെൻഡാണ്. കാര്യം നമുക്ക് ഒരു മാസം റിപ്പോർട്ട് എടുക്കുമ്പോൾ അറിയാം, 400 ബുക്കാണ് ഒരു മാസം പോകുന്നത്. എവിടെയാണ് ലൈബ്രറി? ഞങ്ങളതൊരു റൂറൽ ഏരിയയിലാണ്. കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ് എന്ന് പറയുന്നത് ഒരു റൂറൽ ഏരിയയിൽ സ്ഥിതി ചെയ്യുന്ന കോളേജ് ലൈബ്രറിയാണ്. പക്ഷെ ഒത്തിരി കുട്ടികൾ എടുക്കുന്ന ഒരു പാറ്റേൺ ആയിട്ടാണ് എനിക്ക് ഓരോ വർഷം തോന്നിയിട്ടുള്ളത്. എന്തായാലും അത് കേൾക്കുമ്പോൾ വളരെ സന്തോഷം. ഓക്കെ, അവിടെയെങ്കിലും ആ ഏരിയ. മാഡം കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ് ലൈബ്രറിയാണ് ഡോക്ടറെ. അപ്പൊ കോളേജിലെ ലേറ്റസ്റ്റ് ട്രെൻഡ് ആണ് മാഡം പറഞ്ഞത്. ഇപ്പോഴത്തെ ഒരു അവസ്ഥ. അതെ, തീർച്ചയായിട്ടും സ്വാഗതമാണ്. ഓക്കെ, നമുക്ക് ഓരോ പ്രാവശ്യം ഫണ്ടിനായിട്ട് എന്താ വെച്ചാൽ ഈ പുതിയ ബുക്കുകൾ എടുക്കേണ്ട ഒരു വരും. എന്നുവെച്ചാൽ പിള്ളേർ ചോദിക്കുന്ന അത്രയും ബുക്കുകൾ നമുക്ക് കൊടുക്കാൻ പറ്റാത്ത ഒരു ഇതുകൊണ്ട് അത് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ട് അടുത്ത് പോയി കളക്ട് ചെയ്യാണ് ചെയ്യുന്നത്. എന്തായാലും അത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. അതെ. ഓക്കെ ഡോക്ടറെ. മറിയാമ്മ ഡോക്ടർ എന്ത് പറയുന്നു? ഡോക്ടർ അൺമ്യൂട്ട് ചെയ്യാമോ? മറിയാമ്മ ഡോക്ടർ അൺമ്യൂട്ട് ചെയ്യാമോ? അഡ്മിറ്റ് ചെയ്ത് ഡോക്ടർ. പറയൂ. എനിക്ക് വായിക്കാൻ വളരെയധികം ഇഷ്ടമുള്ള ആളാണ്. വായിക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ കിട്ടുന്ന സമയം എന്തെങ്കിലും വായിക്കാനായിട്ട് സമയം എടുക്കുന്നുണ്ട്. പക്ഷെ പ്രോബ്ലം മറവിയാണ്. ആ ഒരൊറ്റ കാരണം കൊണ്ട് അതിലൊരു നിരാശയിൽ നിൽക്കുകയാണ്. വായനയോട് വലിയ താല്പര്യമുണ്ട്. അത്ര എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, വളരെ നന്ദി. ഡോക്ടർ അജിനി. ഡോക്ടർ അജിനിയും പുസ്തകമൊക്കെ എഴുതിയിട്ടുള്ള ആളാണ്. ഡോക്ടർ അജിനി അൺമ്യൂട്ട് സംസാരിക്കാമോ? അൺമ്യൂട്ട് ചെയ്യണേ. മ്യൂട്ടാണേ. പുസ്തകം വായനയെ കുറിച്ചുള്ള ഞാൻ അങ്ങനെ ഒരു വലിയ വായനക്കാരി അല്ല. ഓഡിയോ ബുക്സ് ആണ് വായിക്കാൻ ഇച്ചിരി മടിയാണ്. അപ്പൊ ഓഡിയോ ബുക്സ് ആണ് കേൾക്കുന്നത്.
ആ, പിന്നെ ഓരോ പുസ്തകവും ഓരോ അധ്യായം നമുക്ക് തുറക്കും എന്ന് പറഞ്ഞ പോലെയാണ് നമ്മുടെ ഓരോ പ്രോഗ്രാമും. നമുക്ക് ഓരോ ആ, എന്താ പറയുന്ന ഒരു ലോകം നമുക്ക് തുറക്കുവാണ്. ഇപ്പൊ മാഡം ഇവിടെ പറഞ്ഞ കാര്യങ്ങളും സാർ ഇവിടെ പറഞ്ഞ കാര്യങ്ങളും ഒക്കെ നമുക്ക് നമ്മൾ ഈ എന്താ പറയുന്ന ഈ ഒരു ഇത് നടത്തിയത് കൊണ്ടാണ് നമുക്ക് ഇത് ഇതിനെപ്പറ്റിയൊക്കെ ഉള്ള അറിവുകൾ കിട്ടിയത്. എന്ന് പറഞ്ഞതുപോലെയാണ് IFPHന്റെ ഓരോ പ്രോഗ്രാമിൽ ഓരോരുത്തർ വന്ന് ഓരോ പുതിയ പ്രോഗ്രാം തുടങ്ങുമ്പോൾ അത് ഒരു ബുക്ക് പോലെയാണ്. ഒരു ബുക്ക് പോലെ ഞങ്ങൾക്ക് അത് വേറൊരു ലോകം തുറക്കുകയും വേറെ കുറച്ച് ആൾക്കാർ ഞങ്ങളോടൊപ്പം ചേരുകയും ചെയ്യുവാണ് സത്യത്തില്. അതൊരു വലിയ എന്താ പറയുന്നത്, ഒരു ബുക്ക് പോലെ ഓരോ ദിവസവും ഓരോ ചാപ്റ്റർ ആയിട്ട് ഞങ്ങളിങ്ങനെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഇടയിൽ ഇന്ന് ഈ ലൈബ്രറി ദിനത്തിന്റെ അന്ന് നിങ്ങൾ എല്ലാവരും വന്ന് ഈ പ്രത്യേക ഓരോരോ അഭിപ്രായം പറഞ്ഞതും പിന്നെ ഓരോ ഇപ്പം ശൈല ഡോക്ടറൊക്കെ പറഞ്ഞതുപോലെ വായിക്കണം എന്ന് വിചാരിക്കുമ്പോൾ എല്ലാവരുടെയും ഒരു രീതി എന്താന്ന് വെച്ചാല് എല്ലായിടത്തും ഇങ്ങനെ സൂക്ഷിച്ചു വെക്കും. വായിക്കാത്ത ബുക്കും ചെലവാക്കാത്ത പൈസ ഒരു ഉപയോഗം ഇല്ലാന്ന് പറയുന്ന പോലെ നമ്മൾ വായിക്കാതെ എടുത്ത് വെച്ചേക്കും, പിന്നെ അങ്ങ് വായിക്കണം വായിക്കണം എന്ന് വിചാരിക്കും. പക്ഷെ എന്നും ഒരു 20 പേജ് ശാലു ഒക്കെ ചെയ്യുന്നത് പോലെ എന്നും ഒരു 20 പേജ് വായിക്കുന്നത് ഒരു ശീലമാക്കണം നമ്മളെല്ലാവരും. കാരണം അങ്ങനെ ആക്കുമ്പോഴത്തേക്ക് 20 ഇല്ലെങ്കിൽ 10 നമ്മൾ വായിച്ചു കഴിയുമ്പോഴത്തേക്ക് പിറ്റേ ദിവസം നമുക്ക് 12 വായിക്കാൻ കഴിയും. അങ്ങനെ നമ്മൾ കുറച്ചെങ്കിലും വായിക്കണം എന്നുള്ളതാണ്. പിന്നെ ഇപ്പം മാഡം പറഞ്ഞ പോലെ ചില കുട്ടികളൊക്കെ ഇപ്പോഴും പുതിയ കുട്ടികളും ഒക്കെ ബുക്ക് വായിക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. ഇപ്പം എന്റെ മൂത്ത മോനൊക്കെ ആണെങ്കിൽ ഒരു 70 പേജ് 80 പേജ് വരെയൊക്കെ ഒരു ദിവസം വായിക്കുമായിരുന്നു. ഞങ്ങൾ പറയും അത്ര വായിക്കണ്ട, കാരണം പറഞ്ഞാൽ ഓരോരോ ബുക്ക് പുതിയത് മേടിച്ചു കൊടുക്കണം. UAE-ലായിരിക്കുമ്പോൾ ബുക്ക് ഇങ്ങനെ മേടിച്ച് കുറെ അന്ന് നമ്മളിങ്ങനെ എടുത്ത് വായിക്കുന്നതൊന്നുമില്ല. നമ്മൾ കുറെ ബുക്ക് ഇങ്ങോട്ട് മേടിച്ചു വരും. അത് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും പറയേ ബുക്കൊക്കെ വായിച്ചു തീർന്നു പറയും. അന്ന് തന്നെ അങ്ങനെ ഇരുന്നങ്ങ് വായിക്കും. ഇപ്പൊ എനിക്ക് ഓർക്കുമ്പോൾ ഭയങ്കര വിഷമമാണ്. കാരണം അന്ന് അവന് അത്രയും മതി, ഇനിയിപ്പൊ എങ്ങും ബുക്കില്ല എന്ന് പറയുന്നത് ഒരു തെറ്റായി പോയി എന്നുള്ള ഒരു അമ്മ എന്നുള്ള നിലയിൽ ഇപ്പൊ എനിക്ക് വിഷമം തോന്നും. കാരണം വായിച്ചുകൊണ്ടിരുന്ന ഒരാളുടെ അടുത്ത് വേറെ പത്രമൊക്കെ വായിക്കും, ഇനി നീ പറയുന്ന ബുക്കൊക്കെ ഇപ്പൊ മേടിച്ചു തരില്ല എന്ന് പറയുമായിരുന്നു. അപ്പൊ എന്ന് പറയുന്ന പോലെ ഉണ്ട്. പക്ഷെ ഓരോരുത്തരും ഓരോ നേച്ചറാണ്. ചില കുട്ടികൾ കാരണം ഒന്നാമത്തെ കാര്യം നമ്മൾ ഈ മൂവിങ് ഒബ്ജക്റ്റിൽ ഇങ്ങനെ കാണുമ്പോഴത്തേക്ക് നമുക്ക് സ്റ്റില്ലായിട്ട് നിൽക്കുന്ന ആ ബുക്കിലോട്ട് നോക്കാൻ നമുക്ക് പോലും മടി തോന്നുവാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും കാണുന്നതിൽ എന്താ, നമ്മൾ ഈ കാണുന്ന സ്ക്രീനുകളിലെല്ലാം കളറുണ്ട്, മൂവിങ് ഉണ്ട്, വർത്താനം പറയുന്നുണ്ട്. ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് മൂവ് ആകാത്ത ഒരു ഒബ്ജക്റ്റിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പാടായിരിക്കും എന്നുള്ളതാണ് സത്യം. അതുകൊണ്ടാണ് കുറച്ചുകൂടെ വായന കുറയുന്നത്. അപ്പൊ കുറയുന്നതനുസരിച്ച് അതിന്റെ പുറകെ പോയി പിടിക്കണം എന്നുള്ള ഉദ്ദേശമുള്ള കുട്ടികൾ അത് വായിക്കുകയും ചിലരിപ്പം നിർബന്ധപൂർവം, അതായത് ഞാനൊക്കെ നിർബന്ധപൂർവം വായിക്കുന്നതായിരുന്നെങ്കിലും, കാരണം വായിക്കണം എന്ന് വിചാരിച്ചിട്ട് വായിക്കുന്നത്, അല്ലാതെ കേൾക്കാനാണ് ഇഷ്ടം. കേൾക്കുന്നതാണ് എനിക്ക് കുറച്ചുകൂടെ, ഞാനൊരു ഓഡിറ്ററി പേഴ്സൺ ആണ്. കേൾക്കുന്നതാണ് എൻ്റെ ചെവിയിൽ കുറച്ചുകൂടെ നിൽക്കുന്നത്. അതാണ് എനിക്ക് പുറത്തോട്ട് പറയാനും സാധിക്കത്തുള്ളൂ വായിക്കുന്നതിനേക്കാൾ. പക്ഷെ അത് ഓരോരുത്തർക്കും ഓരോ രീതിയാണ്. പക്ഷെ എന്തുകൊണ്ടും വായിക്കുന്നതാണ് കുറച്ച്, അതായത് നമ്മൾ ഒരു കാര്യം ഓർത്തു വെക്കുന്നതിനേക്കാളും എഴുതുമ്പം നമ്മളുടെ മനസ്സിൽ അത് പതിയും എന്ന് പറയുന്നത് പോലെ കേട്ടത് നമ്മൾ ഒന്നും കൂടെ വായിക്കുവാണെങ്കിൽ പിന്നെ അത് നമ്മുടെ നിന്ന് പോകത്തേ ഇല്ല. ആ ഐഡിയ എങ്കിലും നമ്മുടെ മനസ്സിൽ നിൽക്കും. അപ്പം സത്യം പറഞ്ഞാല് എന്താ പറയുന്നത്, ലൈബ്രറി, സാറിന്റെ ഒക്കെ വീട്ടിലെ ലൈബ്രറി, വീട്ടിൽ തന്നെ അത് അത്രയും വലിയൊരു ലൈബ്രറി ഒക്കെ ഉണ്ടാക്കി വെക്കുകയും അത് അടുക്കി വെക്കുകയും സൂക്ഷിച്ചു വെക്കുകയൊക്കെ ചെയ്യുന്ന ആ മനസ്സുകൾക്ക് നമുക്ക് കൈകൂപ്പിയേ പറ്റത്തുള്ളൂ. കാരണം എന്താ വെച്ചാൽ ലൈബ്രറിയനായിട്ട് വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് അതൊരു ജോലിയാണ്. ആ ജോലിയായിട്ട് മാത്രമല്ല കാണുന്നത്, ഇതൊരു പ്രണയമാണ്, ബുക്കിനോടുള്ള പ്രേമമാണിത്. അതുകൊണ്ടാണ് അങ്ങനെ ഒരാൾക്ക് മാറാനായിട്ട് കഴിയുന്നത്. അപ്പൊ അത് അതൊക്കെ നോക്കി കാണുമ്പോൾ ഒരുപാട് ആരാധനയുണ്ട്. കുറെ ബുക്കൊക്കെ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ അടുക്കി ഞാൻ സത്യത്തിൽ UAE-ന്നൊക്കെ കൊണ്ടുവന്നതില് ഒരു മെയിൻ ആയിട്ട് ഒരു സാധനം കൊണ്ടുവന്നെന്ന് പറഞ്ഞാൽ അത് ബുക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ബാക്കി നമ്മൾ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളെല്ലാം അവിടെ ഉപേക്ഷിച്ചിട്ട് ബുക്ക് മാത്രമാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അപ്പൊ ഇന്നാള് ഞാനത് എന്റെ എറണാകുളത്ത് ഒരു വീട്ടിൽ വെച്ചിരുന്നപ്പോഴത്തേക്ക് അവിടെ ഒരു കുറച്ച് ബുക്കല്ലേ വേണം, അത് കളഞ്ഞു. ഞാൻ പറഞ്ഞു അത് ഞാൻ കഷ്ടപ്പെട്ട് അവിടെ നിന്ന് എടുത്തോണ്ട് വന്ന ബുക്കുകളാ, അപ്പൊ അതുകൊണ്ട് അത് മാറ്റാൻ പറ്റത്തില്ല, അത് അവിടെ തന്നെ വെച്ച് സൂക്ഷിക്കണമെന്ന് പറഞ്ഞു. പിന്നെ എന്താ പറയുന്നത്, എല്ലാരോടും വായിക്കണമെന്നൊക്കെ പറയാൻ എനിക്ക് അർഹതയില്ല. കാരണം അങ്ങനെ വായിക്കുന്ന ഒരാളാണെങ്കിലേ നിങ്ങളോടൊക്കെ പറയാൻ ഒരു ഉളുപ്പ് വേണമല്ലോ, ചെയ്യുന്ന പ്രവർത്തിക്കുന്നതല്ലേ പറയാൻ പറ്റത്തുള്ളൂ.
എന്നാലും ഞാൻ കുറച്ച് വായിക്കാൻ അതായത് നിർബന്ധപൂർവ്വം വായിക്കും. അപ്പൊ അങ്ങനെ വായിക്കുമ്പോൾ അതിൽ ഒരുപാട് വ്യത്യാസം എനിക്ക് ഉണ്ടെന്നാലും എന്ന് പറഞ്ഞാൽ ആ വായിക്കുമ്പം എനിക്ക് തോന്നും ആ നാളെ വായിക്കണം, അല്ലെങ്കിൽ വായിച്ചതിൽ ഒരുപാട് ഉപകാരം ഉണ്ടായെന്ന് തോന്നും. അപ്പൊ അതുകൊണ്ട് എല്ലാവരും അങ്ങനെ വായിക്കട്ടെ. നിങ്ങളുടെ എല്ലാം നിങ്ങളുടെയൊക്കെ ആ ഒരു ലൈബ്രറി എന്താന്നും അതിൽ ബുക്ക് എങ്ങനെ അടുക്കി വെക്കുന്നതെന്നൊക്കെ പറഞ്ഞു തന്നതിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. ഡോക്ടർ ഇനിയും ഓക്കെ. അപ്പൊ ഇതിനകത്ത് നമുക്കൊരു കാര്യം, ഈ പണ്ടാല സാറിന്റെ ഒരു പ്രത്യേകത വെച്ചാൽ പുസ്തകങ്ങൾ വാരിക്കൂട്ടി വെച്ചിരിക്കുകയാണെങ്കിലും സാർ ഒരു നിമിഷം കൊണ്ട് എടുക്കും എന്നുള്ളതാണ്. അത് അതെ അത്ഭുതകരമായ കാഴ്ചയാണ്. അതാ ഞാൻ പറഞ്ഞത്, അതുപോലെ യഥാർത്ഥ ഒരു പ്രണയമാണത്. അതുപോലെ തന്നെ നമ്മുടെ തിരുവനന്തപുരത്ത് ഒരു മോഡേൺ ബുക്ക് ഹൗസ് ഉണ്ട്. അവിടെ അത് അത്ഭുതം അതെ തോന്നും. ഏത് വിഷയത്തിൽ ചോദിച്ചാൽ ആ മനുഷ്യൻ ഒരു മിനിറ്റ് കൊണ്ട് പോയി എടുക്കുക എന്നുള്ളതാണ്. അതെ എങ്ങനെ പുള്ളി അതിനായിട്ട് ജനിച്ച ഒരാളെന്ന് തോന്നും. പണ്ടാല സാർ എന്ത് പറയുന്നു സാറേ? ലാസ്റ്റ് ഒരു സാറിന്റെ ഒരു കമന്റോ പറഞ്ഞ് മതിയാക്കാം. ഓക്കെ സാർ, അൺമ്യൂട്ട് ചെയ്യണം സാറേ. കേക്കാം ഓക്കെ. കേക്കാം. ശരിക്കും പറഞ്ഞാൽ ഇത് ഇത്രയും പറഞ്ഞപ്പോ എനിക്ക് സുഗുണ മാഡം പറഞ്ഞപ്പോ എനിക്ക് ഞാൻ ശരിക്കും പറഞ്ഞാൽ അത് നോട്ട് ചെയ്ത് വെക്കുമായിരുന്നു. കാരണം എനിക്ക് ഐ ഹാവ് ടു ഫോളോ ഹെർ. കാരണം മാഡം വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് അത് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ ചെറുപ്പകാലത്ത് ഞാൻ പറഞ്ഞ ഒരു സാഹിത്യ കുടുംബത്തിന്റെ ഒരു ഇളമുറക്കാരനാണ് ഞാൻ. അപ്പൊ അച്ഛന് കോളേജ് പ്രൊഫസറായിരുന്നു. അതുപോലെ അച്ഛനും പണ്ഡിറ്റ് റീവി രാമൻ നമ്പൂരി, അദ്ദേഹം വലിയ എഴുത്തുകാരനായിരുന്നു. അദ്ദേഹത്തിന് വേണ്ടി ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ആ ഒരു ടാലന്റ് ഒന്നും എനിക്ക് കിട്ടിയെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷെ എനിക്കിത് തോന്നിയതിന് മറ്റൊരു റീസണും കൂടെ ഉണ്ട്. അതുകൂടെ ഞാൻ പറയാൻ വിട്ടുപോയി. ഞാൻ വൈൽ ഐ വാസ് ഡൂയിങ് മൈ PhD ചെയ്യുന്ന സമയത്ത് ഞാൻ ചില 2 ട്രെയിനിങ്ങിന് ഞാൻ പോയിരുന്നു. ഡോക്ടർ വെങ്കടേഷ്, ഇപ്പൊ അദ്ദേഹം പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയുടെ ഡീനാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയപ്പോൾ ഓരോ ഓതറിന്റെ 15 ബുക്ക് ഇരിക്കുന്നു. അത് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ലെവിൻ ആൻഡ് റൂബിന്റെ ബുക്കാണ്. അത് ഇരിക്കുന്നിടത്ത് ഇരിപ്പുണ്ട്, ഭക്ഷണം കഴിക്കുന്നിടത്തുണ്ട്, അപ്പം ഉറങ്ങുന്നിടത്തുണ്ട്, സ്റ്റെയർ കയറി പോകുന്നിടത്ത് ഇരിപ്പുണ്ട്, ഇതെല്ലാവരും ഉണ്ട്. അപ്പൊ ഞാൻ സാറിനോട് ചോദിച്ചു, സാർ എന്താണ് വാട്ട് ഈസ് റീസൺ ബിഹൈൻഡ് ഇറ്റ് എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഇരിക്കുമ്പോഴേ ഈ പുസ്തകം കാണുമ്പോഴാണ് എനിക്ക് എടുത്ത് മറിക്കണം തോന്നുന്നത്. അപ്പൊ ഇത് കാണുമ്പോഴേ എടുക്കത്തുള്ളൂ. ഇപ്പൊ നിങ്ങളിപ്പോ ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ഡോക്ടേഴ്സ് നിങ്ങൾ വായിക്കുമ്പോഴേ നിങ്ങളുടെ മക്കൾക്ക് വായിക്കണം തോന്നത്തുള്ളൂ. നമ്മൾക്ക് അതാണ് അവർക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയൊരു എന്താ പറയുക മോട്ടിവേഷൻ അല്ലെങ്കിൽ ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾക്ക് മറ്റൊരു കാര്യം കൂടെ പറയാം, അവർ വായിച്ചത് എന്താണെന്ന് നമ്മളൊന്ന് കേൾക്കുകയും കൂടെ ചെയ്യാമെങ്കിൽ അത് കുറച്ചുകൂടെ നന്നായിരിക്കും. അപ്പൊ ഞാനിത് മനസ്സിലായില്ലേ പറഞ്ഞു. ഓക്കെ സാർ, അത് വളരെ നല്ല നിർദ്ദേശമാണ്. എന്തായാലും ആ ഒരു പുരോഗമനപര നിർദ്ദേശത്തോടെ നമുക്ക് പരിപാടി അവസാനിപ്പിക്കാൻ സമയമാവുന്നു. ഡോക്ടർ അജിനി, നമുക്ക് നന്ദി പറയാനിലേക്ക്. ഓക്കെ ഡോക്ടർ. അപ്പൊ ഇന്ന് നമ്മൾ ദേശീയ ലൈബ്രറി ദിനം ആഘോഷിച്ച് അതിൽ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ, ലൈബ്രറി എന്നുള്ളതും പുസ്തകങ്ങൾ എന്നുള്ളതുള്ള ഒരു പുതിയ ലോകം ഞങ്ങൾക്ക് തുറന്നു തന്ന ഡോക്ടർ നാരായണ പണ്ടാല സാർ, അദ്ദേഹത്തിന്റെ ഡിഗ്രി തന്നെ ഒരു ബുക്കിന്റെ അത്രയുണ്ട്. അത് തന്നെ ഒരു ബുക്കാണ്, ഡിഗ്രികൾ തന്നെ ഒരു ബുക്കാണ്. അദ്ദേഹം ഞങ്ങളോട് കൂടി ഈ പ്രോഗ്രാമിൽ വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഞങ്ങളുടെ ഈ യാത്രയിൽ ഇങ്ങനെയുള്ള കുറെ ആളുകളും കൂടെ ചേരുകയും അതിൽ നിങ്ങളുടെ നോളജൊക്കെ ഇതിൽ പങ്കുവെക്കുകയൊക്കെ ചെയ്തതിൽ പിന്നെ പുതിയൊരു കാഴ്ചപ്പാട് ഞങ്ങൾക്ക് തുറന്നു തന്നതിനും ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ IFPHന്റെ പേരിൽ അങ്ങോട്ട് നന്ദി പറയുന്നു. പിന്നെ ഡോക്ടർ സുഗുണ, ഞങ്ങള് സത്യം പറഞ്ഞ ഞാൻ ഓർക്കും ലൈബ്രറേറിയൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളെ കാണുമ്പോ എന്താ, പുറത്തുനിന്ന് കാണുമ്പോ എന്താ, അവരവിടെ ഇരിക്കുന്നു, ബുക്ക് എഴുതി കൊടുക്കുന്നു. ഈ ഡോക്ടർ പറഞ്ഞതിൽ 2 കാര്യങ്ങളെ നമുക്ക് അറിയത്തുള്ളൂ. ബുക്ക് ഇത്ര ദിവസം ഞാൻ തിരിച്ചു കൊടുക്കണമെന്നറിയാം, അത്രേ അറിയത്തുള്ളൂ, വേറെ ഒരു കാര്യങ്ങളും അറിയത്തില്ല. അപ്പൊ ഒരു നല്ല പ്രഭാഷണം തന്ന് ഞങ്ങൾക്ക് അതൊക്കെ വിവരിച്ചു തന്നതിനും നമ്മുടെ വിചാരം നിങ്ങൾക്ക് ഒരു ജോലിയും ഇല്ലെന്നാ, പുറത്തുനിന്ന് നോക്കുന്ന ഞങ്ങളുടെ വിചാരം. അപ്പൊ അതൊക്കെ വിവരിച്ചു തന്നതിന് വലിയ സന്തോഷമുണ്ട്. അപ്പൊ ഞാൻ IFHന്റെ പേരിലും എന്റെ പേരിലും ഡോക്ടർ സുഗുണയ്ക്ക് അങ്ങേറ്റം നന്ദി പറയുന്നു. പിന്നെ നമുക്ക് സ്വാഗതം പറയാൻ വന്ന ശാലുരാജൻ ഒരു എന്താ പറയുന്ന ഹൃദയത്തിൽ നിന്നുള്ളൊരു ഹോമിയോപ്പതി സ്നേഹിയാണ്. ഞങ്ങളുടെ IFHന്റെ അഡ്വൈസറി ഇതിലുള്ള മെമ്പറാണ്. അദ്ദേഹത്തിനും ഞാൻ അങ്ങേയറ്റം നന്ദി പറയുന്നു. പിന്നെ ഡോക്ടർ മനോജ് ഞങ്ങളെ എല്ലാവരെയും ഓരോരുത്തരെയും പഠിപ്പിക്കാൻ വേണ്ടി ഓരോ അധ്യായങ്ങളെ തുറന്നു തരികയും ഓരോ സ്പെഷ്യൽ പ്രോഗ്രാമുകൾ വെക്കുകയും നമുക്ക് എന്താ പറയുന്നത്, നമുക്ക് IFPHന് തന്നെ പല മുഖങ്ങൾ ഉണ്ടാക്കി തരികയും ചെയ്യുന്നതിന് ഡോക്ടർ മനോജ് ഇന്നത്തെ പ്രോഗ്രാം മോഡറേറ്റ് ചെയ്തതിന് ഡോക്ടർ മനോജിന് നന്ദി പറയുന്നു. പിന്നെ ഡോക്ടർ ധനേഷ്, മറിയാമ്മ ജോൺ, ഡോക്ടർ ശൈല, ഇങ്ങനെ ഡോക്ടർ ഷഫീഖ്, അങ്ങനെ നമ്മുടെ കൂട്ടത്തിൽ യാത്ര ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ഡോക്ടർ ധനേഷിനും ഞാൻ എല്ലാ ദിവസത്തെയും പ്രോഗ്രാം ഒക്കെ അറേഞ്ച് ചെയ്യുന്നതിന് ഡോക്ടർ ധനേഷിന് നന്ദി പറയുന്നു. പിന്നെ
മറ്റ് നമ്മുടെ സംഘാടകര് ഇതിലില്ലാത്ത പല ആൾക്കാരും നമുക്ക് പുറകിൽ നിന്ന് സപ്പോർട്ട് തരുന്നുണ്ട്. നമ്മുടെ ഹോമിയോപ്പതി സ്നേഹികളെ എല്ലാവരെയും ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. എല്ലാവർക്കും ഞാൻ IFPHന്റെ പേരിലും എൻ്റെ പേരിലും നന്ദി പറയുന്നു. നന്ദി പറയാൻ എനിക്ക് തന്ന അവസരത്തിന് ഞാൻ നന്ദി പറയുകയാണ്. കാരണം ഈ കൂട്ടത്തിൽ ഒരു അർഹത ഇങ്ങനെ നന്ദി പറയാനൊരു അർഹത കുറവാണ് എനിക്ക്, വായന കുറവുള്ളത് കൊണ്ട്. അപ്പൊ അതുകൊണ്ട് എനിക്കതൊരു പ്രചോദനമാകട്ടെ എന്ന് വിചാരിച്ച് ഞാൻ എല്ലാവർക്കും നന്ദി. പിന്നെ ഈ പ്രോഗ്രാം പങ്കെടുത്ത എല്ലാ ആൾക്കാർക്കും കേട്ടോ, നിങ്ങളില്ലെങ്കിൽ ഞങ്ങൾക്ക് പ്രോഗ്രാം ഇല്ല. അപ്പൊ പങ്കെടുത്ത എല്ലാവർക്കും ഞാൻ ഓരോരുത്തർക്കും നന്ദി പറയുകയാണ്. താങ്ക് യു. നാളെ ഇതേ സമയം വീണ്ടും കാണുന്ന ശുഭപ്രതീക്ഷയുടെ ശിവരാത്രി നേരുന്നു. നമസ്കാരം.